ഇന്നത്തെ ടോപ്പിക്ക് സർക്കിൾ സിസ്റ്റം. അപ്പം അനസ്തീഷ്യ ടെക്നീഷ്യൻസിന് വേണ്ടി ആയതുകൊണ്ട് ഞാനിത് ഐ എം യൂസിങ് മലയാളം ആൻഡ് ഇംഗ്ലീഷ് രണ്ടും ചേർത്തായിരിക്കും സംസാരിക്കുക. ഓഡിയൻസിൽ മലയാളം അറിയാത്ത ആരും ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. സോ നമുക്ക് പ്രസന്റേഷനിലേക്ക് പോവാം. ഓക്കെ. ഓക്കെ, സർക്കിൾ സിസ്റ്റം. ഇന്നത്തെ ടോപ്പിക്ക് സർക്കിൾ സിസ്റ്റം വാട്ട് യു ഷുഡ് നോ എന്നാണ്. എന്തിനാണ് നമ്മൾ ഈ സർക്കിൾ സിസ്റ്റത്തിനെ കുറിച്ച് അറിയേണ്ടത്? പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മളിപ്പം ഒരു തിയേറ്ററിലെ ഏറ്റവും കോമൺ ആയി ഉപയോഗിക്കുന്ന ഒരു സർക്യൂട്ട് മിക്കവാറും സർക്കിൾ സിസ്റ്റം തന്നെ ആയിരിക്കും. ഓഫ്കോഴ്സ് ബെയിൻ സർക്യൂട്ടും മറ്റും ഉപയോഗിക്കും, ജെ ആർ സർക്യൂട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും കോമൺ ആയി ഉപയോഗിക്കുന്നത് അനസ്തീഷ്യ സർക്യൂട്ട് സർക്കിൾ സിസ്റ്റമാണ്. രണ്ടാമത്തെ കാര്യം, അതൊരു സിമ്പിൾ സർക്യൂട്ട് അല്ല, ഇറ്റ്സ് എ കോംപ്ലക്സ് വൺ. കാരണം അതിന്റെ കമ്പോണൻസ്, ഒരുപാട് കമ്പോണൻസ് ഉണ്ട്. ഏതാണ്ട് 12ഓളം കമ്പോണൻസ് ഒരു സർക്കിൾ സിസ്റ്റം ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് കാരണം ഒരു ഹസാർഡ്സ് ആർ ലൈക്ലി ടു ഹാപ്പൻ. ഇപ്പം ഇത് ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററും, അതായത് അനസ്തീഷ്യോളജിസ്റ്റും അനസ്തീഷ്യ ടെക്നീഷ്യനും ഇതിനെക്കുറിച്ച് ഒരു ബേസിക് ഐഡിയ ഇല്ലെങ്കിൽ ആക്സിഡൻസ് വരാനുള്ള സാധ്യത വളരെയധികമാണ്. സോ ദാറ്റ് ഈസ് വൈ വി ഷുഡ് നോ ദ ബേസിക്സ് ഓഫ് എ സർക്കിൾ സിസ്റ്റം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇതിന്റെ അനാട്ടമി ഓഫ് സർക്കിൾ സിസ്റ്റമാണ്. ആക്ച്വലി സർക്കിൾ സിസ്റ്റത്തിന് അനാട്ടമി ഉണ്ട്, അതിന്റെ പാർട്സ്. വേറൊരു ഭാഗം അതിന്റെ ഫിസിയോളജി, അതായത് ലോ ഫ്ലോ അനസ്തീഷ്യ. പക്ഷെ ലോ ഫ്ലോ അനസ്തീഷ്യ എന്ന് പറയുന്നത് ഒരു വലിയൊരു ടോപ്പിക്കാണ്, ഒരു മണിക്കൂറെങ്കിലും വേണം. അത് നമുക്ക് വേറൊരു സെഷൻ ചെയ്യാം. ഇന്ന് ഞാൻ അതിന്റെ അനാട്ടമി, അതിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. എന്താണ് ഈ സർക്കിൾ സിസ്റ്റം എന്ന് വെച്ചാൽ, വാട്ട് ഈസ് എ സർക്കിൾ സിസ്റ്റം? നമുക്കറിയാം, അനസ്തീഷ്യ മെഷീൻ കാണാം. അതിൽ നിന്ന് വരുന്ന ഫ്രഷ് ഗ്യാസും വേപ്പേഴ്സ് അഥവാ സിവോഫ്ലോറിൻ, ഐസോഫ്ലോറിൻ, ഇതെല്ലാം പേഷ്യന്റിലേക്ക് പോകുന്നു. ഈ ഫ്രഷ് ഗ്യാസ് സമയത്ത് ഓക്സിജൻ ഉണ്ടാവും, നൈട്രസ് ഓക്സൈഡ് ഉണ്ടാവാം, എയർ ഉണ്ടാവാം, നേരത്തെ പറഞ്ഞ ഇൻഹലേഷൻ ഏജന്റ് ഉണ്ടാവാം. ഇത് പേഷ്യന്റിലേക്ക് പോകുന്നു. പേഷ്യന്റിന്റെ എക്സ്പയർഡ് എയർ, അതിൽ ഉണ്ടാവുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണല്ലോ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉൾപ്പെട്ട ഗ്യാസ് തിരിച്ചു വരുന്നു. അത് കുറെ കമ്പൗണ്ട്സിലൂടെ വീണ്ടും പേഷ്യന്റിലേക്ക് പോകുന്നു. അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ സർക്കിൾ സിസ്റ്റത്തിന്റെ കമ്പോണൻസ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു സർക്കിളിന്റെ രൂപത്തിലാണ്. അതുകൊണ്ടാണ് ഇതിനെ സർക്കിൾ സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ബെയിൻ സർക്യൂട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ ഇടതുവശത്ത് കാണാം. ബെയിൻ സർക്യൂട്ട് ഉണ്ട്, വലിയ സൈഡിൽ ജെ ആർ സർക്യൂട്ട്, അതായത് പീഡിയാട്രിക് സർക്യൂട്ട്. അപ്പൊ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനുള്ള സർക്കിൾ സിസ്റ്റത്തിന്റെ ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ, ഈ എക്സ്പയർഡ് ഗ്യാസ്, നേരത്തെ ഞാൻ പറഞ്ഞു, എക്സ്പയർഡ് ഗ്യാസ് വിച്ച് കണ്ടെയ്ൻസ് കാർബൺ ഡൈ ഓക്സൈഡ്, നമുക്ക് ഒരിക്കലും അത് റീബ്രീത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അതൊരു കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബറിൽ കൂടെ പോകുന്നു. ഓക്കെ, അവിടെ വെച്ച് കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യപ്പെടുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യുന്ന റെസ്റ്റ് ഓഫ് ദി ഗ്യാസ് അഗെയിൻ ഗോസ് ബാക്ക് ടു ദ പേഷ്യന്റ്. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? നമുക്ക് ലോ ഫ്ലോയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സാധാരണ നമുക്കറിയാം, ഒരു ബെയിൻ സർക്യൂട്ടിൽ 6 ലിറ്റേഴ്സ് ഒക്കെ വേണ്ടി വരാം അല്ലെ? സാധാരണ വയ്ക്കുന്ന 4 ലിറ്റേഴ്സ് നൈട്രസ്, 2 ലിറ്റർ ഓക്സിജൻ, അപ്പൊ എന്താ 6 ലിറ്റർ ഗ്യാസ് ആണ് നമ്മളൊരു ബെയിൻ സർക്യൂട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പക്ഷെ ഒരു ക്ലോസ് സിസ്റ്റത്തില്, സർക്കിൾ സിസ്റ്റത്തില് നമുക്ക് 1 ലിറ്ററിലേക്ക് ചുരുക്കാൻ പറ്റും. അതായത് ഈ സർക്കിൾ സിസ്റ്റത്തിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്ന്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഫ്രഷ് ഗ്യാസ് ഫ്ലോയുടെ റേറ്റ് കുറവാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ 2 ലിറ്റർ ഓക്സിജൻ പെർ മിനിറ്റ് ഉപയോഗിക്കുന്നു. 1 മണിക്കൂറിൽ എത്ര ഓക്സിജൻ ഉപയോഗിക്കേണ്ടി വരും? 2 × 60, 120 ലിറ്റർ അല്ലേ? 10 മണിക്കൂർ ആകുമ്പോഴോ 1200 ലിറ്റർ. ഇപ്പോൾ ഒരു സർക്കിൾ സിസ്റ്റത്തിൽ നമുക്കത് 1 ലിറ്റർ ആക്കി ചുരുക്കാമെങ്കിൽ നമ്മുടെ ഓക്സിജന്റെ കൺസംഷൻ പകുതിയാവും. നമുക്കറിയാം, പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ ഓരോ ml ഓഫ് ഓക്സിജൻ, നൈട്രസ് ഓക്സിജൻ, ഇതെല്ലാം നമുക്ക് ചിലവുള്ളതാണ്, എക്സ്പെൻസീവ് ആണ്. അപ്പോൾ എക്സ്പെൻസസ് കുറയ്ക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണമാണ്, ഇക്കോണമി ഓഫ് ഗ്യാസസ് അല്ലേ? ഇനി അടുത്ത ഗുണം എന്ന് വെച്ചാൽ, ഈ സർക്കിൾ സിസ്റ്റത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർവ് ചെയ്യുമ്പോൾ അതൊരു കെമിക്കൽ റിയാക്ഷനാണ്. അതിൻ്റെ ഫലമായി ഉണ്ടാകുന്നത് വെള്ളം ഉണ്ടാവും, വാട്ടർ, ചൂടും ഉണ്ടാവും. ഏതാണ്ട് ഒരു 13,000 കാലറി ചൂടുണ്ടാവും എന്നാണ് പറയുന്നത് 1 മോൾ വാട്ടർ ഉണ്ടാകുമ്പോൾ. അപ്പോൾ വെള്ളവും വാട്ടറും ഈ സിസ്റ്റത്തിൽ ഉണ്ടാകുന്നതുകൊണ്ട് ഇത് പോകുന്നത് എങ്ങോട്ടാണ്? പേഷ്യൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ പേഷ്യന്റിന് ഹ്യൂമിഡിറ്റിയും ഹീറ്റും കിട്ടും. നമ്മുടെ സാധാരണ ഒരു ബെയിൻ സർക്യൂട്ടോ ജെ സർക്യൂട്ടോ ഒക്കെ എടുക്കുമ്പം
അതിനകത്ത് ഹ്യൂമിഡിഫിക്കേഷൻ ഇല്ല. ഡ്രൈ ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് നേരെ പേഷ്യൻ്റെ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ പോകുന്നു. അവിടെ അത് റെസ്പിറേറ്ററി ട്രാക്റ്റിലെ വെള്ളത്തെ വലിച്ചെടുത്ത് APL വഴി പുറത്തേക്ക് കളയുകയാണ് ചെയ്യുന്നത്. അപ്പം വെള്ളം പോയി. പിന്നെ ഹീറ്റ് ആണെങ്കിലോ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിലെ ഹീറ്റിനെ ഇത് എക്സ്പിറേറ്ററി വഴി പുറത്തേക്ക് കളയുകയാണ്. അപ്പോൾ അത് 2 ഡിസഡ്വാൻറ്റേജസ് ആണ്. ഹ്യൂമിഡിറ്റി കുറയുന്നു, ഹീറ്റും പുറത്തേക്ക് പോകുന്നു. ഈ 2 ഡിസഡ്വാൻറ്റേജസും നമ്മുടെ സർക്കിൾ സിസ്റ്റത്തിൽ നമുക്കത് ഇല്ലാതാക്കാൻ പറ്റും. സോ പേഷ്യന്റിന് ഹ്യൂമിഡിറ്റിയും കിട്ടും, ഹീറ്റും കിട്ടും. ഇനി നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഫ്രഷ് ഗ്യാസ് ഫ്ലോ കുറവാണെന്ന്. ഇപ്പം നിങ്ങൾ ഒരു 6 ലിറ്ററിൽ ഒരു ഫ്രഷ് ഗ്യാസ് ഫ്ലോ ഒരു വേപ്പറൈസറോ പോകുമ്പോൾ ഒരുപാട് വേപ്പർ യൂട്ടിലൈസ് ചെയ്യേണ്ടി വരും. പക്ഷെ അതിന് പകരം ഇഫ് യു ആർ യൂസിങ് 2 ലിറ്റർ എന്ത് പറ്റും, നമ്മുടെ വേപ്പറൈസറിന് പോകുന്ന വേപ്പറിന്റെ എമൗണ്ട് കുറയും. സോ അഡ്വാൻറ്റേജ് ഈസ് ഇറ്റ് പ്രൊഡ്യൂസസ് ലെസ് തിയേറ്റർ പൊല്യൂഷൻ. അല്ലെ, നമുക്കറിയാം ഇപ്പോൾ ഹാലത്തിനൊക്കെ പണ്ട് ഉപയോഗിക്കുന്ന കാലത്ത് ബെയിൻ സർക്യൂട്ട് ഉപയോഗിക്കുമ്പോൾ ഉച്ച കഴിയുമ്പോൾ എല്ലാവർക്കും ഉറക്കം വരും. കാരണം വെച്ചാൽ ഈ നൈട്രസ് ഓക്സൈഡ് ഹാലത്തിന് ഇതെല്ലാം ഇൻഹേൽ ചെയ്യുകയാണ്. അപ്പോൾ സർക്കിൾ സിസ്റ്റത്തിൽ നമ്മൾ ഫ്രഷ് ഗ്യാസ് വളരെ ലോ റേറ്റിലായതുകൊണ്ട് നമ്മുടെ വേപ്പർ അറ്റ്മോസ്ഫിയറിലേക്ക് മെഷീനിൽ നിന്ന് പോകുന്ന വേപ്പറിന്റെ എമൗണ്ടും കുറവാണ്. അങ്ങനെ തിയേറ്റർ പൊല്യൂഷൻ കുറയുന്നു. കൂടാതെ അറ്റ്മോസ്ഫിയർ പൊല്യൂഷൻ കുറയ്ക്കാൻ നമുക്കറിയാം ഈ പറയുന്ന ഡസ്റ്റ് ഫ്ലൂറൈൻ, നൈട്രസ് ഓക്സൈഡ് ഇതെല്ലാം നമ്മുടെ ഓസോൺ ലെയറിനെ ബാധിക്കുന്ന ഗ്യാസുകളാണ്. അപ്പോൾ ഓസോൺ ലെയർ ഇല്ലാതെ എന്ത് പറ്റും, ഗ്ലോബൽ വാർമിംഗ് അല്ലെ, ആഗോള താപനം എന്ന് പറയും. അപ്പം നമ്മുടെ അനസ്തീഷിയോളജിസ്റ്റിന്റെ കോൺട്രിബ്യൂഷൻ നമുക്ക് കുറയ്ക്കാം ഇഫ് യു ആർ യൂസിങ് എ സർക്കിൾ സിസ്റ്റം. അപ്പോൾ ഇതാണ് നമ്മുടെ സർക്കിൾസിന്റെ അഡ്വാൻറ്റേജസ്. നമുക്ക് ചെറിയ ഫ്രഷ് ഗ്യാസ് ഫ്ലോ ഉപയോഗിക്കാം, അതുകൊണ്ട് ഇക്കോണമി ഓഫ് ഗ്യാസസ് ഉണ്ട്, പേഷ്യന്റിന് ഹ്യൂമിഡിറ്റി കിട്ടും, ഹീറ്റ് കിട്ടും, തിയേറ്റർ പൊല്യൂഷൻ കുറയും, പിന്നെ അറ്റ്മോസ്ഫിയർ പൊല്യൂഷനും കുറയും. ഇനി നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഒരു സർക്കിൾ സിസ്റ്റം ആണ്, നമുക്ക് ഇതിന്റെ കമ്പോണൻസ് എന്താണെന്ന് പഠിക്കാം. ഓക്കെ, ഒരു സർക്കിൾ ഞാൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ അടുത്തൊരു പേഷ്യന്റിനെ വരയ്ക്കുകയാണ്. ഓക്കെ, ഈ പേഷ്യന്റ് ഈ സർക്കിളിൽ നിന്നാണ് ബ്രീത്ത് ഇന്നും ബ്രീത്ത് ഔട്ടും ചെയ്യുന്നത്. അതായത് സർക്കിളിൽ നിന്ന് പേഷ്യന്റ് ലങ്സിലേക്ക് പോകുന്നു, തിരിച്ച് സർക്കിളിലേക്ക് ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു സർക്കിൾ നമുക്കറിയാം അല്ലെ, ഇതുകൊണ്ട് പേഷ്യന്റിന് സർവ് ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് ഓരോ കമ്പോണൻസ് ആയി ഇതിനകത്ത് ആഡ് ചെയ്യാം. ആദ്യത്തെ കമ്പോണന്റ് ഫ്രഷ് ഗ്യാസ് അല്ലെ. നേരത്തെ ഞാൻ പറഞ്ഞു ഫ്രഷ് ഗ്യാസ് എന്തൊക്കെയാണ്, ഓക്സിജൻ ഉണ്ട്, നൈട്രസ് ഓക്സൈഡ് ഓർ എയർ ആവാം, വേപ്പറോ നമ്മുടെ CO ഐസോ എന്തോ ആവാം. അപ്പൊ ഈ ഫ്രഷ് ഗ്യാസ് നമ്മുടെ സർക്കിൾ സിസ്റ്റത്തേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആദ്യത്തെ കമ്പോണന്റ് ആണ് ഫ്രഷ് ഗ്യാസ് ഫ്ലോ. ക്ലിയർ ആയല്ലോ. ഇനി എന്താ പറ്റാൻ പോകുന്നത്, ഈ ഫ്രഷ് ഗ്യാസ് ഫ്ലോ ഇവിടെ എൻ്റർ ചെയ്തു. പക്ഷെ ഫ്രഷ് ഗ്യാസ് ഫ്ലോക്ക് ഇങ്ങോട്ടും പോവാം, ടുവേർഡ്സ് പേഷ്യന്റും പോവാം, തിരിച്ചും പോവാം. അതേപോലെ പേഷ്യന്റിന് വരുന്ന എക്സ്പയർഡ് ഗ്യാസിന് ഈ ലിംബിലേക്കും പോവാം, ഈ ലിംബിലേക്കും പോവാം അല്ലെ. പക്ഷെ എന്താണ് ഡിസൈറബിൾ ആയിട്ടുള്ള കാര്യം, ഈ ഫ്രഷ് ഗ്യാസ് നേരെ പേഷ്യന്റ് അടുത്തേക്ക് പോകാം ഇങ്ങനെ അല്ലെ. പച്ച ഞാൻ കളർ കൊടുക്കാൻ കാര്യം അത് കണ്ടെയ്ൻസ് ഓക്സിജൻ. ഓക്കെ, അപ്പൊ ഈ ഒരു ഇത് ഞാൻ വൈ പീസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഭാഗം, ഈ വൈ പീസ് ജംഗ്ഷൻ ആണ്, അവിടെ നിന്ന് പേഷ്യന്റ് ഉള്ളിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പൊ പേഷ്യന്റ് 250 ml/min ഓക്സിജൻ ഉപയോഗിച്ചാൽ മതി പേഷ്യന്റിന്. അതാണ് ഓക്സിജൻ കൺസംഷൻ പെർ മിനിറ്റ്. അപ്പോൾ ബാക്കിയുള്ള ഗ്യാസും കാർബൺ ഡൈ ഓക്സൈഡും ഇതേ വൈ പി സി കൂടെ തിരിച്ച് ഈ ഒരു ട്യൂബിലേക്ക് വരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ ലിംബിനെ നമുക്കൊരു പേരിടാം ഇൻസ്പിറേറ്ററി ലിംബ്. കാരണം അത് ദാറ്റ് ലിംബ് ഈസ് യൂസ് ഫോർ ഇൻസ്പിറേഷൻ. ഓക്കെ, അപ്പൊ എക്സ്പയർഡ് ഗ്യാസ് തിരിച്ച് ഞാൻ റെഡ് കാണിയ കാര്യം ഇറ്റ് കണ്ടെയ്ൻസ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, അപ്പൊ ഈ ലിംബിന് ഞാനൊരു പേരിടുന്നു എക്സ്പിറേറ്ററി ലിംബ്. അപ്പൊ നമ്മൾ 3 കമ്പൗണ്ട് പഠിച്ചു കഴിഞ്ഞു. ഏതാണ്? ഒന്ന് ഫ്രഷ് ഗ്യാസ്, 2 ഇൻസ്പിറേറ്ററി ലിംബ് വിച്ച് ക്യാരീസ് ഗ്യാസ് ടു ദി പേഷ്യന്റ്, ആൻഡ് എക്സ്പിറേറ്ററി ലിംബ് അത് പേഷ്യന്റിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച് ക്യാരി ചെയ്യുന്നു. ഓക്കെ, ഇനി വൈ പീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഓക്കെ, പക്ഷെ ഇതുകൊണ്ട് പേഷ്യന്റിന് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം നേരത്തെ ഞാൻ പറഞ്ഞു ഈ ഫ്രഷ് ഗ്യാസ് ഇവിടെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടും പോകും, ഇങ്ങോട്ടും പോകും. പക്ഷെ നമുക്ക് എന്താ വേണ്ടുന്നത്, ഫ്രഷ് ഗ്യാസ് പേഷ്യന്റ് അടുത്തേക്ക് പോകണം, നമ്പർ 1. ഇനി പേഷ്യന്റ് അടുത്തുനിന്ന് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡിന് ഇങ്ങോട്ടും പോകാം, ഈ ഡയറക്ഷനിലും പോകാം അല്ലെ. ഇങ്ങോട്ട് പോകാൻ പാടില്ല, കാരണം അടുത്ത ഇൻസ്പിറേഷൻ സമയത്ത് പേഷ്യന്റ് ഇതേ ഗ്യാസ് ആയിരിക്കും അകത്തേക്ക് എടുക്കുക. കാർബൺ ഡൈ ഓക്സൈഡ് റീബ്രീത്തിങ് എന്ന് പറയും, അത് വരാൻ പാടില്ല. അപ്പൊ എന്ത് വേണം, അതിനുവേണ്ടി നമ്മൾ വേറൊരു കമ്പോണന്റ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നു. ഓക്കെ, അതിന്റെ പേരാണ് യൂണി ഡയറക്ഷണൽ വാൽവ്. ഞാൻ ആ മഞ്ഞ നിറത്തി കാണിച്ചിരിക്കുന്നത് യൂണി ഡയറക്ഷണൽ വാൽവ് ആണ്. 2 യൂണി ഡയറക്ഷണൽ വാൽവ്സ് ഉണ്ട്, ഒന്ന് ഇൻസ്പിറേറ്ററി ലിംബില്, മറ്റേത് എക്സ്പിറേറ്ററി ലിംബില്. ഓക്കെ, അപ്പൊ യൂണി ഡയറക്ഷണൽ വാൽവിന്റെ ഫംഗ്ഷൻ എന്താണ്, ഈ ഗ്യാസിനെ ഇങ്ങോട്ട് മാത്രം, കണ്ടോ, ക്ലോക്ക് വൈസ് ആയിട്ട് മാത്രം വിടുക. പേഷ്യന്റിൽ നിന്ന് വരുന്ന എക്സ്പയർഡ് ഗ്യാസ് തിരിച്ച് ഇങ്ങോട്ട് മാത്രം പോവുക. സോ അതുകൊണ്ടാണ് അതിനെ യൂണി ഡയറക്ഷൻ വാൽവ് എന്ന് പറയുന്നത്. കാരണം അത് അലോസ് ഗ്യാസ് ടു ഫ്ലോ ഇൻ
only one direction. Okay. അപ്പൊ ഇതുകൊണ്ട് മാത്രം നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുമോ? ഇല്ല അല്ലെ. ട്യൂബിൽ നിന്ന് എങ്ങനെയാ പേഷ്യന്റ് ബ്രീത്ത് ചെയ്യുക? പറ്റില്ലല്ലോ, കാരണം ഇത് ഒരു ഡയമീറ്റർ അധികം ഇല്ലാത്ത ട്യൂബുകളല്ലേ. സോ പേഷ്യന്റിന് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്യണമെങ്കിൽ വേറൊരു കമ്പോണന്റ് വേണം. അതിന്റെ പേരാണ് റിസർവോയർ ബാഗ്. ഓക്കെ അല്ലെ, നമ്മളുടെ റിസർവ് ബാഗ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു റിസർവ് ബാഗ് ഉണ്ടെങ്കിൽ എന്താ അഡ്വാൻറ്റേജ്? പേഷ്യന്റിന് ഇതിനകത്തുനിന്ന് ബ്രീത്ത് ചെയ്യാം, മാത്രമല്ല പുറത്തേക്ക് വരുന്ന ഗ്യാസ് ഇത് ഫില്ല് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊക്കെ കമ്പൗണ്ട് പഠിച്ചു? ഒന്ന് ഫ്രഷ് ഗ്യാസ്, 2 ഇൻസ്പിറേറ്ററിലും, 3 എക്സ്പിറേറ്ററിലും, വൈപ്പീസ്, 2 യൂണിഡയറക്ഷണൽ വാൽവ്, ഇപ്പോൾ പറഞ്ഞത് റിസർവ് ബാഗ്. ഓക്കെ, ഇപ്പോഴും സർക്യൂട്ട് കംപ്ലീറ്റ് ആണോ? അല്ല. കാരണം ഇതിനെന്ത് ഫ്രഷ് ഗ്യാസ് ഫ്ലോ വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു പേഷ്യന്റ് ഉപയോഗിക്കുന്ന ഓക്സിജന്റെ അളവ് 250 ml/min മാത്രമാണ്. അപ്പൊ കുറെ ഗ്യാസ് തിരിച്ചു വരുന്നുണ്ട് അല്ലേ. ഫ്രഷ് ഗ്യാസ് ഫ്ലോയിൽ നിന്ന് ഗ്യാസ് വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇത് പുറത്തേക്ക് പോകണ്ടേ. സോ ഈ വരുന്ന എക്സസ് ഗ്യാസ് വെന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമുക്കൊരു വാൽവ് വേണം. ആ വാൽവിന്റെ പേരാണ് APL വാൽവ്. APL ഫുൾ ഫോം അറിയാലോ, അഡ്ജസ്റ്റബിൾ പ്രഷർ ലിമിറ്റിംഗ് വാൽവ്. നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്, സർക്യൂട്ടിൽ ബെയിൻസിലൊക്കെ ഉണ്ട്. ഒരു സ്പ്രിംഗ് ലോഡഡ് വാൽവ് ആണ്. അപ്പോൾ എക്സസ് ഗ്യാസ് ഇതുവഴി പുറത്തു പോകും. അപ്പോൾ ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പോഴും ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആയോ എന്ന്. നേരത്തെ ഞാൻ പറഞ്ഞു എക്സ്പയർഡ് എയറിലുള്ള എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ഒരിക്കലും പേഷ്യന്റിനോട് പോകാൻ പാടില്ല. സോ എന്ത് വേണം? നമുക്ക് വേറൊരു കമ്പൗണ്ട് വേണം. അതിന് കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യാൻ കഴിയുന്ന ഒരു കമ്പൗണ്ട്. അതിനെയാണ് നമ്മൾ പറയുക കാനിസ്റ്റർ അല്ലെ. ഒരു കാനിസ്റ്റർ കാണാം. കാനിസ്റ്റർ എന്താ ഉള്ളത്? കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബൻ്റ് ഉണ്ട് അല്ലെ. അപ്പൊ ഇപ്പൊ ഏതാണ്ട് നമ്മുടെ കമ്പൗണ്ട്സ്, ബേസിക് കമ്പൗണ്ട്സ് എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാം. ഫ്രഷ് ഗ്യാസ് ഫ്ലോ, യൂണിഡയറക്ഷണൽ വാൽവ്സ്, 2 യൂണിഡയറക്ഷണൽ വാൽവ്സ് ഉണ്ട്, ഇൻസ്പിറേറ്ററി ആൻഡ് എക്സ്പിറേറ്ററി. ഇൻസ്പിറേറ്ററി ലിംബ്, വൈപ്പീസ്, എക്സ്പിറേറ്ററി ലിംബ്, റിസർവ് ബാഗ്, APL വാൽവ് ആൻഡ് കാനിസ്റ്റർ. ഇനി നമ്മൾ ഓരോ കമ്പൗണ്ട്സിനെ കുറച്ചുകൂടി വിശദമായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ ഏതാണ്ട് 8 ബേസിക് കമ്പൗണ്ട്സ് നമ്മളിവിടെ പറഞ്ഞു അല്ലേ. 8 ഏതാണ്ട് 12ഓളം കമ്പൗണ്ട്സ് ഉണ്ട്. ബാക്കി 4 ഞാൻ പിന്നീട് പറയാം. എന്തായാലും ഈ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ സർക്കിൾ സിസ്റ്റത്തിന്റെ ഒരു ബേസിക് ഘടന നമുക്ക് മനസ്സിലാകും. ഓക്കെ, ഇനി നേരത്തെ അതൊരു പ്യൂർലി സിംബോളിക് ആയിരുന്നു അല്ലേ. ഞാൻ കുറച്ചുകൂടി റിയലിസ്റ്റിക് പിക്ചറിലേക്ക് വരികയാണ്. ഓരോ വട്ടം ഞാൻ ഇട്ട് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാം. ഈ ആദ്യത്തെ വട്ടം എന്താണെന്ന് മനസ്സിലായല്ലോ, അതാണ് നമ്മുടെ ഫ്ലോ മീറ്റർ. ഓക്സിജൻ ആവാം, നൈട്രസ് ഓക്സൈഡ് ഓർ എയർ ആവാം. ഈ രണ്ടാമത് ഞാൻ വട്ടം ഇടുന്നു, ഇതാണ് വേപ്പറൈസർ. അപ്പൊ എന്ത് പറ്റുന്നു? നമ്മുടെ ഫ്ലോ മീറ്ററിൽ നിന്ന് ഓക്സിജൻ, നൈട്രസ് ഓക്സൈഡ് അഥവാ എയർ, വേപ്പറിനെയും ക്യാരി ചെയ്തുകൊണ്ട്, അല്ലെ നമ്മുടെ ഐസോ ആവാം, CO ആവാം, നമ്മുടെ സർക്യൂട്ടിലേക്ക് എൻ്റർ ചെയ്യുന്നു. ഇതാണ് ഫ്രഷ് ഗ്യാസ് ഫ്ലോ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ആ സിംബോളിക് പിക്ചറിൽ ആദ്യത്തെ കമ്പൗണ്ട് ഫ്രഷ് ഗ്യാസ് ഫ്ലോ. ഇനി എന്താ നടക്കാൻ പോകുന്നത്? ഈ ഫ്രഷ് ഗ്യാസ് ഫ്ലോ അല്ലെ, നമുക്കറിയാം ഈ ട്യൂബിങ് വഴി ഇവിടെ ഒരു വാൽവ് കാണാമല്ലോ. ഈ വാൽവിന്റെ പേരാണ് യൂണിഡയറക്ഷണൽ വാൽവ്. നിങ്ങൾ ഡിസ്ക് കാണുന്നുണ്ടോ റെഡ്? ഈ ഗ്യാസ് ഇങ്ങനെ വരുമ്പോൾ ഡിസ്കിനെ പൊക്കും, എന്നത് ഇങ്ങോട്ടേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഈ ലിമ്പിന്റെ പേരെന്താണ്? ഇൻസ്പിറേറ്റർ ലിംബ്. ഓക്കെ, ഇനി അടുത്ത പാർട്ട് ഏതാണ്? വൈപ്പീസ്. വൈപ്പീസ് എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ ആണ്. ഇൻസ്പിറേറ്റർ ലിമ്പിന്റെയും എക്സ്പിറേറ്റർ ലിമ്പിന്റെയും ജംഗ്ഷനാണ് നമ്മൾ വൈപ്പീസ്. അതിന്റെ ഷേപ്പ് വൈ ആണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, ഇനി എക്സ്പയർഡ് ഗ്യാസ് പേഷ്യന്റിൽ നിന്ന് പുറത്തു വരുന്നു. അത് എവിടെ എൻ്റർ ചെയ്യുന്നു? എക്സ്പിറേറ്റർ ലിമ്പിൽ എൻ്റർ ചെയ്യുന്നു. ഓക്കെ, വീണ്ടും ഒരു വാൽവ് കാണാം. അതേതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ യൂണിഡയറക്ഷണൽ വാൽവാണ്. അതിനെ എക്സ്പിറേറ്ററി യൂണിഡയറക്ഷണൽ വാൽവ് എന്ന് പറയുന്നത്. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞു എന്താണ് ഈ വാൽവ്സിന്റെ ഫംഗ്ഷൻ? ഫ്ലോയിനെ, ഗ്യാസ് ഫ്ലോ ഒൺലി ഇൻ 1 ഡയറക്ഷൻ ആക്കുക. അല്ലെങ്കിൽ എന്ത് പറ്റും? ഈ ഗ്യാസ് തിരിച്ച് ഫ്ലോ ചെയ്താൽ പേഷ്യന്റിന് റീബ്രീത്തിങ് വരും. സോ യൂണിഡയറക്ഷണൽ വാൽവ്സ് വളരെ ഇമ്പോർട്ടൻറ്റ് കമ്പൗണ്ട് ആണ്. അതിന്റെ ഫംഗ്ഷനിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ടെക്നീഷ്യൻ എന്ന നിലയ്ക്കും ഒരു അനസ്തീഷ്യോളജിസ്റ്റ് എന്ന നിലയ്ക്കും നമ്മുടെ കടമയാണ് ഈ യൂണിഡയറക്ഷണൽ വാൽവ്സ് കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അതിനെക്കുറിച്ച് ഞാൻ ഉടനെ പറയാം. ഇനി അടുത്ത കമ്പൗണ്ട് എന്താണ്? നേരത്തെ ഞാൻ പറഞ്ഞു റിസർവ് ബാഗ്. അത് റിസർവോയർ ആണ്. അതിൽ നിന്ന് പേഷ്യന്റ് ബ്രീത്ത് ഇൻ ചെയ്യാൻ പറ്റും, അകത്തേക്ക് ബ്രീത്ത് ഔട്ട് ചെയ്യാനും പറ്റും. പിന്നെ എക്സസ് ഗ്യാസിന് വെന്റ് ഔട്ട് ചെയ്യാനായിട്ട് ഒരു APL വാൽവ്. APLന്റെ ഫുൾ ഫോം എന്താണ്? അഡ്ജസ്റ്റബിൾ പ്രഷർ ലിമിറ്റിംഗ് വാൽവ്. ഇനി ഇതെല്ലാം കഴിയുമ്പോൾ നമ്മുടെ പേഷ്യന്റിൽ നിന്ന് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർവ് ചെയ്യാനായിട്ട് നമുക്കൊരു കാനിസ്റ്റർ വേണം. അതിനകത്തുള്ളത് സോഡാലൈൻ പോലത്തെ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ 8 കമ്പോണന്റും ഈ ഒരു പിക്ചറിൽ ഞാൻ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നിനെ കുറിച്ച് കൂടുതൽ പഠിക്കാം. ഇനി അതിനു മുമ്പ് ഈ സർക്കിൾ സിസ്റ്റവും മറ്റ്
ബ്രീത്തിങ് സർക്യൂട്ട്, അതായത് ബെയിൻസോ ജെആറോ ആയിട്ടുള്ള രണ്ട് ഡിഫറൻസസ് എന്ന് വെച്ചാൽ, ഒന്ന് യൂണി ഡയറക്ഷൻ വാൽവ്സ് ഉണ്ട്. ബെയിൻസിൽ യൂണി ഡയറക്ഷൻ വാൽവ്സ് ഇല്ല, JR സർക്യൂട്ടിൽ യൂണി ഡയറക്ഷൻ വാൽവ്സ് ഇല്ല, മാഗിൽസിൽ ഇല്ല അല്ലേ. അപ്പോൾ ഇതിന് യൂണി ഡയറക്ഷൻ ഒരു ഡിഫറൻസ്. രണ്ട്, ബെയിൻസിലോ JR സർക്യൂട്ടിലോ പീരിയഡ് സർക്യൂട്ടിലോ ഒന്നും തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർപ്ഷൻ നടക്കുന്നില്ല. സോ മെയിൻ ടു ഫീച്ചേഴ്സ് വിച്ച് ഡിഫറൻഷിയേറ്റ് ദി സർക്കിൾ സിസ്റ്റം ഫ്രം ദി അതർ ബ്രീത്തിങ് സിസ്റ്റംസ് ആർ, ഒന്ന് യൂണി ഡയറക്ഷൻ വാൽവ്സ് ഉണ്ട്, രണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർപ്ഷൻ. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഈ ഒരു പോയിന്റ് മനസ്സിലായിരുന്നു. ഓക്കെ, ഇനി ഇതാണ് ശരിക്കുള്ള റിയൽ മെഷീൻ. ഇവിടെ നിങ്ങൾക്ക് ഒരു സർക്കിൾ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലേ. പക്ഷെ മനസ്സിൽ നേരത്തെ ഞാൻ പറഞ്ഞ സർക്കിൾ ഉണ്ടാവണം. അപ്പൊ മനസ്സിൽ ആ ഒരു സർക്കിളിന്റെ പടം ഉണ്ടെങ്കിൽ ഈ സർക്കിൾ സിസ്റ്റത്തിന്റെ ഭാഗങ്ങളെല്ലാം മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരിക്കും അല്ലെ. ഇനി നോക്കിയാൽ നിങ്ങൾ സർക്കിളെ കാണുന്നില്ല, പക്ഷേ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു സർക്കിളിന്റെ രൂപത്തിലാണ്. ഇനി നമുക്ക് ഓരോ കമ്പോണന്റിലേക്ക് പോകാം. ഏതാണ് ആദ്യത്തെ കമ്പോണന്റ്? ഫ്രഷ് ഗ്യാസ് ഫ്ലോ അല്ലെ. ഇനി നമുക്ക് ഒരു റിയൽ മെഷീനിലേക്ക് നോക്കാം. എവിടെയാണ് ഫ്രഷ് ഗ്യാസ് ഫ്ലോ വരുന്നത് അല്ലെ. ഇത് മെഷീന്റെ ഫ്രണ്ട് പാർട്ടാണ്. കോമൺ ഗ്യാസ് ഔട്ട്ലെറ്റ് എന്ന് പറയും. അവിടെയാണ് നമ്മൾ സാധാരണ ബെയിൻസ് കണക്ട് ചെയ്യുക. ഈ സെലക്ടറിന്റെ പേരാണ്, ഈ സ്വിച്ചിന്റെ പേരാണ് സർക്യൂട്ട് സെലക്ടർ. ഓക്കെ, സർക്യൂട്ട് സെലക്ടർ താഴോട്ട് ഡയറക്റ്റ് ചെയ്താൽ ക്ലോസ് സിസ്റ്റം ഓപ്പൺ ആവും. അത് സൈഡിലേക്ക് ഡയറക്റ്റ് ചെയ്താൽ ഓപ്പൺ സിസ്റ്റം പോകും. അപ്പം ഒരു അനസ്തേഷ്യ പ്രൊവൈഡറുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടി എന്ന് വെച്ചാൽ മേക്ക് ഷുവർ ദാറ്റ് ദി സർക്യൂട്ട് സെലക്ടർ ഇൻ ദി കറക്റ്റ് പൊസിഷൻ. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് മാത്രമല്ല ഈവൻ സീനിയർ ഫാക്കൽറ്റീസ് പോലും ഈ ഒരു പൊസിഷൻ കണ്ടോ, ഓപ്പൺ സർക്യൂട്ടിൽ വെച്ച് സർക്കിൾ സിസ്റ്റം പേഷ്യന്റെ മുഖത്ത് വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം പേഷ്യന്റിന് അനസ്തറ്റിക് ഗ്യാസസോ ഓക്സിജനോ ഒന്നും കിട്ടുന്നില്ല. പേഷ്യന്റ് പെട്ടെന്ന് ഹൈപ്പോക്സിക് ആവും. സോ എപ്പോഴും മേക്ക് ഷുവർ ചെയ്യുക ഈ സർക്കിൾ സെലക്ടർ കറക്റ്റ് പൊസിഷനാണ്. അപ്പൊ ഇതുവഴി എന്താ നമ്മൾ എൻഷുർ ചെയ്യുന്നത്? ഫ്രഷ് ഗ്യാസ് ഫ്ലോ നമ്മുടെ സർക്കിൾ സിസ്റ്റത്തിലേക്ക് കയറുന്നു. ഓക്കെ, ഇനി അടുത്ത എന്താണ് ഞാൻ പറഞ്ഞത്? യൂണി ഡയറക്ഷണൽ വാൽവ്സ്. വാൽവ്സ് ആണ്, ഒരു വാൽവ് ഇവിടെ, ഒരു വാൽവ് ഇവിടെ അല്ലേ. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാം. അപ്പോൾ ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് അറിയാം, ഇതൊരു യൂണി ഡയറക്ഷണൽ വാൽവാണ്, ഇതൊരു യൂണി ഡയറക്ഷണൽ വാൽവാണ്. ഓക്കെ, ഇതിനെന്താ പറയുന്നത്? ഇത് നമ്മൾ നോക്കുമ്പോൾ ഇൻസ്പിറേറ്ററി യൂണി ഡയറക്ഷണൽ വാൽവ് എന്ന് പറയാം. കാരണം ഇത് ഇരിക്കുന്നത് ഇൻസ്പിറേറ്ററി ലിമ്പിന്റെ അടുത്താണ്. നിങ്ങൾ ആ മനസ്സിലാ പിക്ചർ ഒന്ന് ഓർത്തോളൂ. ആദ്യം ഫ്രഷ് ഗ്യാസ് കഴിഞ്ഞ് നമ്മൾ യൂണി ഡയറക്ഷണൽ വാൽവ് വരച്ചു, അതിനുശേഷം ഇൻസ്പിറേറ്ററി ലിമ്പ് വരഞ്ഞു. അപ്പൊ ഇൻസ്പിറേറ്ററി ലിമ്പിന്റെ അവിടെയാണ് ഇതിനെ നമ്മൾ ഇൻസ്പിറേറ്ററി യൂണി ഡയറക്ഷണൽ വാൽവ് എന്ന് പറയും. ഓക്കെ, ഇനി ഇത് എക്സ്പിറേറ്ററി യൂണി ഡയറക്ഷണൽ വാൽവ് എന്ന് പറയും. നേരത്തെ ഞാൻ പറഞ്ഞു ഇത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇതുണ്ടെങ്കിൽ മാത്രമേ അതൊരു സർക്കിളിന്റെ രൂപത്തിൽ ഗ്യാസ് ഫ്ലോ ചെയ്യുള്ളൂ അല്ലെ. ഞാൻ എൻ്റെ ഒരു മാഗ്നിഫൈഡ് ഇപ്പൊ നിങ്ങൾക്കറിയാം, ഈ യൂണി ഡയറക്ഷണൽ വാൽവ് ഫംഗ്ഷണൽ ആണെങ്കിൽ ഫ്രഷ് ഗ്യാസ് ഇതേ പേഷ്യന്റ് അടുത്തേക്ക് വന്ന ഗ്രീൻ ആരോ അതാണ്. ഇനി പേഷ്യന്റ് അടുത്ത് നിന്ന് റെഡ് ആരോ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ള എക്സ്പയർഡ് എയർ തിരിച്ചു വരുന്നു. ഈ യൂണി ഡയറക്ഷണൽ വാൽവ് വഴി നമ്മുടെ സർക്കിൾ സിസ്റ്റത്തിനകത്ത് കയറുന്നു. ഓക്കെ, ഇത് ഒരു ഏരിയൽ വ്യൂ ആണ്. ഞാൻ മേളിൽ നോക്കുവാണ് അല്ലെ. ഇത് കുറേ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഉണ്ട്. നിങ്ങൾ കണ്ടോ, ഈ യൂണി ഡയറക്ഷണൽ വാൽവിന്റെ മേളിൽ ഗ്ലാസ് ഡോമാണ്. എന്തിനാണ് ഡോം വെച്ചിരിക്കുന്നത്? എന്തിനാ അത് ട്രാൻസ്പെറന്റ് ആക്കിയത്? അതിലൂടെ നോക്കാനാണ്. അപ്പോൾ ഒരു ടെക്നീഷ്യൻ ആയാലും അനസ്തീഷ്യ ഡോക്ടർ ആയാലും വാച്ച് ചെയ്യണം, ഈ ഡോമിൽ കൂടെ നോക്കണം. എന്താ നോക്കേണ്ടത്? ഈ വാൽവ്സ് മൂവ് ചെയ്യുന്നുണ്ടോ എന്ന് അല്ലേ. അപ്പൊ എന്താണ്ട് ഈ ഒരു വാൽവ്, ഈ ആരോ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്, ഇതാണ് ഇൻസ്പിറേറ്ററി ലിംബ്. അതായത് പേഷ്യന്റിലേക്ക് ഗ്യാസ് പോകുന്നത് ഇങ്ങനെയാണ്. ഇവിടെ ഒരു ആരോ കണ്ടോ? ഇതാണ് എക്സ്പിറേറ്ററി ലിംബ്. കണ്ടോ, ഇവിടുന്ന് ഗ്യാസ് പേഷ്യന്റിൽ നിന്ന് ഗ്യാസ് തിരിച്ചു പോകുന്നു അല്ലെ. അപ്പോൾ ഈ ബാഗ് സ്ക്വീസ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇൻസ്പിറേഷന്റെ സമയത്ത് ഈ വാൽവ് എന്ത് ചെയ്യണം? ഈ വാൽവ് ഇൻസ്പിറേറ്ററി വാൽവ് തുറക്കണം. ഓക്കെ, അതേ സമയത്ത് എക്സ്പിറേറ്ററി വാൽവ് അടയണം. ഇനി എക്സ്പിറേഷൻ സമയത്ത് ഓപ്പോസിറ്റ് തിങ് ഹാപ്പൻ ചെയ്യും. അതായത് എക്സ്പിറേഷൻ സമയത്ത് ഈ എക്സ്പിറേറ്ററി വാൽവ് തുറക്കണം, ഇത് അടയണം. ഇത് നമ്മൾ നോക്കിയിരിക്കണം. അനസ്തീഷ്യ സമയത്ത് യു ഹാവ് ടു ലുക്ക്. ആ ഡോം വെച്ചിരിക്കുന്നത് അതിന് വേണ്ടി നോക്കാനാണ്, അല്ലെങ്കിൽ അത് മറച്ചു വെച്ചാൽ മതിയായിരുന്നല്ലോ. ഇനി അതിന്റെ അടുത്തൊരു പിക്ചർ കാണിക്കാം. ഇതാണ് ഇതിന്റെ ക്രോസ് സെക്ഷൻ. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, പേഷ്യന്റിന് വരുന്ന ഫ്രഷ് ഗ്യാസ് എത്തുന്നു. ഇതാണ് ഡിസ്ക്. ഞാൻ കാണിച്ചല്ലോ ഡിസ്ക്, അത് ഒന്നുകൂടെ കാണിക്കാം. ആ ഡിസ്കിനെ പൊക്കുന്നു, അതിനുശേഷം അത് പുറത്തേക്ക് പോയി ഡൗൺ സ്ട്രീം പോകുന്നു. ഓക്കെ, ഈ ഡിസ്ക് ഇരിക്കുന്ന ഇതിനെ നമ്മൾ സീറ്റ് എന്ന് പറയും. കണ്ടോ, ഷാർപ്പായിട്ടുള്ള ഏരിയ ആണ് സീറ്റ് എന്ന് പറയും. ഇനി ഇതിന്റെ മുകളിൽ കണ്ടോ വെളുത്തൊരു സാധനം, ഇതിനെ നമ്മൾ കേജ് എന്ന് പറയും. ഈ കേജ് ഇല്ലെങ്കിൽ എന്ത് പറ്റും? ഈ എയർ ഇന്നത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഗ്യാസ് വരുമ്പോൾ ഇതങ്ങ് പറന്നു പോകും അല്ലേ. ഇതിന്റെ മുകളിലായിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡോം ഇരിക്കുക. അപ്പൊ മനസ്സിലായല്ലോ, ഒരു ചാനൽ വരുന്നു,
സീറ്റ്. ഓക്കെ, സർക്കുലർ ആണ്, ക്രോസ് സെക്ഷൻ ആയിട്ടാണ് ഇങ്ങനെ കാണുന്നത്. അതിൻ്റെ മുകളിൽ ഡിസ്ക് വരുന്നു, ഏറ്റവും മുകളിൽ കേജ് എന്ന് പറയും, ഏറ്റവും ഔട്ടറായിട്ട് നമ്മുടെ ഡോം വരുന്നു. കണ്ടോ, ഇത് ക്ലിയർ ആയി കാണാം അല്ലേ? നിങ്ങൾക്ക് ഡോം കാണാം. ഓക്കെ, ഒരു കുറച്ചുകൂടെ ഞാൻ മാഗ്നിഫൈ ചെയ്യാം അതിന്. കണ്ടോ, ഡോം ക്ലിയർ ആയി അല്ലേ? നിങ്ങൾ ഡോമിൽ കൂടെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ, എന്തൊക്കെയോ കാണാം അല്ലേ? ഇത് ഡോം ട്രാൻസ്പെറൻ്റ് ആക്കിയിരിക്കുന്ന അകം കാണാനാണ്. അതിൻ്റെ ഏരിയൽ വ്യൂ ഞാൻ കാണിക്കാം. ഇത് ഏരിയൽ വ്യൂ ആണ്. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇൻസ്പിറേറ്ററി യൂണിഡയറക്ഷണൽ വാൽവിൻ്റെ അടപ്പ് ഞാൻ അങ്ങ് മാറ്റി. എഴുതിയിട്ടുണ്ട് ഗ്ലാസ് ഡോം. അത് മാറ്റിയപ്പോൾ എന്താ കാണുന്നത്? കണ്ടോ, ഇതാണ് കേജ്. നേരത്തെ ക്രോസ് സെക്ഷൻ നിങ്ങൾ കണ്ടല്ലോ, ഇതൊരു മെറ്റൽ സാധനമാണ്. ഇതിനകത്ത് വെളുത്ത് കാണുന്നതാണ് ആ ഡിസ്ക്. ആ ഡിസ്ക് വർക്ക് ചെയ്യുന്നത് ഗ്രാവിറ്റി കൊണ്ടാണ്. അത് ചില എക്സാമിനേഴ്സ് ചോദിക്കും, നിങ്ങൾ ചന്ദ്രനിൽ പോയാൽ ഈ നിങ്ങളുടെ സർക്കിൾ സിസ്റ്റം ഉപയോഗിക്കാൻ പറ്റുമെന്ന്. ഇല്ല, കാരണം ചന്ദ്രനിൽ ഗ്രാവിറ്റി ഇല്ലല്ലോ. അപ്പോൾ ഗ്രാവിറ്റി കാരണമാണ് ഈ ഡിസ്ക് താഴേക്ക് പോയി സീറ്റിലിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്തിനാ? ഇവിടെ ആരോ കണ്ടോ, കാണാമല്ലോ. ഈ ആരോയിൽ ഇവിടെ ഓപ്പൺ, ഇവിടെ ക്ലോസ്ഡ്. അതായത് സോറി, ഇത് ക്ലോസ്ഡ്, ഇത് ഓപ്പൺ. അപ്പോൾ നിങ്ങൾക്കിത് തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡോം മാറ്റി അതിനകത്ത് ഇൻസ്പെക്ട് ചെയ്യാം. അത് ഇൻസ്പെക്ട് ചെയ്യണം ഇടയ്ക്കിടയ്ക്ക്. അതിനകത്ത് പൊടിയോ വല്ലതും ഉണ്ടെങ്കിൽ എന്ത് പറ്റും? ഇത് ചിലപ്പം ഫങ്ഷൻ ചെയ്യാതെ വരും. സോ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുക. ഒന്ന്, ഈ ഡിസ്ക് തുറക്കുന്നില്ല എന്നിരിക്കട്ടെ, ഡിസ്ക് അങ്ങ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നു വെള്ളം കാരണം. എന്ത് പറ്റും? പേഷ്യന്റിന് ഒരുപാട് വർക്ക് ബ്രീത്തിങ് വരും അല്ലേ? തുറക്കേണ്ട വാൽവ് അടഞ്ഞിരുന്നാൽ പേഷ്യന്റിന് വർക്ക് ബ്രീത്തിങ് കൂടും, അത് റെസിസ്റ്റൻസ് കൂട്ടും. നമ്പർ 1. നമ്പർ 2, എന്തെങ്കിലും കാരണം കൊണ്ട് ഈ ഡിസ്ക് തിരിച്ച് സീറ്റിൽ പോയിരിക്കുന്നില്ലെങ്കിൽ, തുറന്നിരിക്കുകയാണെങ്കിൽ എന്ത് പറ്റും? അത് പാർഷ്യലി ഓപ്പൺ ആണല്ലേ, അപ്പോൾ എന്ത് പറ്റും? ഈ യൂണി ഡയറക്ഷൻ ഫങ്ഷൻ നടക്കില്ല. ഈ ഫ്രഷ് ഗ്യാസ് ഫ്ലോ ഒരേ ഡയറക്ഷനിലായിരിക്കും, തിരിച്ച് റീബ്രീത്തിങ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പം രണ്ട് കാര്യം നോക്കണം. ഇത് അടഞ്ഞിരിക്കുകയാണോ അതോ ഇത് പാർഷ്യലി ഓപ്പൺ ആണോ? നോർമലി സംഭവിക്കുന്നത് എന്താണ്? ഇൻസ്പിറേഷൻ സമയത്ത് ഈ ഇൻസ്പിറേറ്ററി യൂണിറ്റ് വാൽവ് ഓപ്പൺ ചെയ്യും, ഇത് ക്ലോസ്ഡ് ആവും. എക്സ്പിറേഷൻ സമയത്ത് എക്സ്പിറേറ്ററി വാൽവ് ഓപ്പൺ ചെയ്യും, ഇത് ക്ലോസ്ഡ് ആവും. ഇതെപ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, ഈ ഡോം തന്നിരിക്കുന്നത് തന്നെ നോക്കാനും ആവശ്യമുണ്ടെങ്കിൽ അത് തുറന്ന് ക്ലീൻ ചെയ്യാനും കൂടെയാണ്. ഓക്കെ, അപ്പോൾ യൂണി ഡയറക്ഷണൽ വാൽവിനെ കുറിച്ച് പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതാണ് അതിൻ്റെ കുറച്ച് ക്ലോസ് ഓഫ് വ്യൂ. കണ്ടല്ലോ, കേജ്, ഡിസ്ക്. ഓക്കെ, ഇനി അടുത്ത സംഗതി എന്താണ്? ഫ്രഷ് ഗ്യാസ് ഫ്ലോ കഴിഞ്ഞു, യൂണി ഡയറക്ഷണൽ വാൽവ്. അടുത്തതാണ് നമ്മുടെ ഇൻസ്പിറേറ്ററി ആൻഡ് എക്സ്പിറേറ്ററി ലൈൻ. ഓക്കെ, ഈ പിക്ചർ മനസ്സിൽ കരുതുക. നമുക്ക് റിയൽ മെഷീൻ്റെ അടുത്തേക്ക് പോകാം. മെഷീനിൽ തിരിച്ചെത്തി നമ്മൾ ദാ ഇൻസ്പിറേറ്ററി യൂണി ഡയറക്ഷണൽ വാൽവ്, എക്സ്പിറേറ്ററി യൂണി ഡയറക്ഷണൽ വാൽവ്. ഇവിടെ കണ്ടോ, ഇതൊരു കണക്ടറാണ്. ഈ കണക്ടറിൽ എന്താ വരാൻ പോകുന്നത്? ഈ കണക്ടറിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നത് കോറിഗേറ്റഡ് ട്യൂബ്സ് ആണ്. കണ്ടോ, ഞാൻ യെല്ലോ ഇട്ടത് ഇൻസ്പിറേറ്ററി, ബ്ലൂ ഇട്ടത് എക്സ്പിറേറ്ററി. ഇതിൻ്റെ മേളിൽ നോക്കിയാൽ ആരോ കാണാം, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. നൗ ഈ കോറിഗേറ്റ് ട്യൂബിനെ ഇവിടെ അറ്റാച്ച് ചെയ്യും. ഞാനത് കളർ ചെയ്യാം. ഈ യെല്ലോ സൈഡ് മെഷീൻ്റെ യെല്ലോ സൈഡിലേക്ക് പോകും, ബ്ലൂ സൈഡ് മെഷീൻ്റെ. ഓക്കെ, എന്തിനാണ് ഈ കോറിഗേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്? നമ്മുടെ സാധാരണ ഹോസ് പോലെ പോരായിരുന്നോ? അതായത് കിങ് റെസിസ്റ്റൻ്റ് ആവും. നമ്മുടെ ഹോസ് ആണെങ്കിൽ അത് കൊളാപ്സ് ചെയ്യും, ഈ കോറിഗേഷൻ ഉള്ളത് കൊളാപ്സ് ചെയ്യില്ല. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു അപകടം പതിയിരിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഇവിടുത്തെ ജംഗ്ഷൻസ് ഒന്ന് എണ്ണി നോക്കൂ. ഇവിടെ ഒരു ജംഗ്ഷൻ വരും അല്ലേ? ഈ എൻ്റെ ഇവിടെ കണക്ട് ചെയ്യുമ്പോൾ ഒരു ജംഗ്ഷനായി, 2, 3, 4. ഇനി ഇതാ പേഷ്യൻ്റ് നോക്കൂ, അതെവിടെയാണ് പോകുന്നത്? എൻഡോട്രക്കിൽ ട്യൂബിലേക്കാണ്. അതായത് ഈ ഒരു ഭാഗത്ത് തന്നെ 5 കണക്ഷൻസ് വരികയാണ്. ഈ കണക്ഷൻ്റെ പ്രോബ്ലം എന്താണെന്ന് അറിയോ? ഡിസ്കണക്ഷൻസ് ആർ പോസിബിൾ. നമ്മൾ ശരിക്കും ടൈറ്റ് ചെയ്തില്ല എങ്കിൽ, എസ്പെഷ്യലി ഇപ്പം ന്യൂറോ സർജറി പോലത്തെ പ്രൊസീജിയർ ആണെങ്കിൽ എല്ലാം ഡ്രേപ്സിനടിയിലാണ് അല്ലേ? നമുക്ക് ആക്സസിബിലിറ്റി ഇല്ല, അപ്പോൾ ഊരിപ്പോകാൻ ചാൻസ് ഉണ്ട്. എൻഡോട്രിക്കൽ ട്യൂബിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആവും. അതേപോലെ തന്നെ ഈ മെഷീൻ എൻഡിലും ഇത് ചിലപ്പോൾ ഡിസ്കണക്ഷൻ വരും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? എല്ലാവരും കാണാതെ പഠിച്ചിരിക്കേണ്ട ഒരു വാക്കാണ് പുഷ് ആൻഡ് ട്വിസ്റ്റ്. നമ്മൾ ഇതുപോലത്തെ അതായത് നമ്മൾ ഈ സ്ക്രൂ ടൈപ്പ് അല്ലാത്ത എല്ലാ കണക്ടേഴ്സും നമ്മൾ കണക്ട് ചെയ്യേണ്ടത് പുഷ്, തള്ളുക, ആൻഡ് ട്വിസ്റ്റ്, ഒന്ന് കറക്കുക. വെറുതെ തള്ളിയാൽ പോലെ പലരും ചെയ്യുന്നത് ചുമ്മാ തള്ളി വയ്ക്കും, പക്ഷെ അത് ഊരി പോരും. ഒന്ന് തള്ളുക, പിന്നെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. സോ മറക്കാൻ പാടില്ല, പുഷ് ആൻഡ് ട്വിസ്റ്റ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻസ്പിറേറ്റർ ലിംബ്, എക്സ്പിറേറ്റർ ലിംബ്, വൈ പീസ്, ഇതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, മറക്കരുത് പുഷ് ആൻഡ് ട്വിസ്റ്റ്. ഇനി എന്താ ബാക്കിയുള്ളത്? ഓക്കെ, നമ്മുടെ റിസർവ് ബാഗ് അല്ലേ? റിസർവ് ബാഗിൻ്റെ ഫംഗ്ഷൻ എന്താണ്? നമുക്ക് റിസർവ് ബാഗ് കാണാം. അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ട്യൂബിംഗ് ഉണ്ട്, അതും കോറിഗേറ്റഡ് ആണ്. പിന്നെ ഒരു മെറ്റൽ ട്യൂബിംഗ് ഉണ്ട് അല്ലേ?
ഈ മെറ്റൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിന് ഈ റിസർവോയറിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ആക്ടിങ് ലൈക്ക് എ റിസർവോയർ. അപ്പോൾ പേഷ്യന്റിന് ബ്രീത്ത് ഇൻ ചെയ്യാൻ പറ്റും. പേഷ്യന്റ് ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ ഇതിനകത്താണ് നമ്മുടെ ഗ്യാസ് കളക്ട് ചെയ്യുക. പിന്നെ ഈ എക്സാമിനുള്ള ആൾക്കാർക്ക് ഇത് നോട്ട് ചെയ്യാം. റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത് റിസർവ് ബാഗിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് പീക്ക് ഇൻസ്പിറേറ്ററി ഫ്ലോ റേറ്റ്, PIFR. ഒന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, എന്തൊക്കെ ഫംഗ്ഷൻസ് ആണ് റിസർവ് ബാഗിനുള്ളത്? ഒന്ന്, നമ്മളൊരു സ്പോണ്ടേനിയസ്ലി ബ്രീത്ത് ചെയ്യുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ റിസർവ് ബാഗ് നോക്കിയാൽ നമുക്കറിയാം ബാഗ് മൂവ് ഇൻ ആൻഡ് ഔട്ട് വരും. രണ്ട്, നമുക്ക് ഈ റിസർവ് ബാഗ് വെച്ച് മാനുവലായിട്ട് പേഷ്യൻറ്റിനെ വെന്റിലേറ്റ് ചെയ്യാം. സോ ഇതൊക്കെയാണ് ഒരു റിസർവ് ബാഗിന്റെ ഫംഗ്ഷൻസ്. ഓക്കെ, 2 ലിറ്ററോളം കാണും റിസർവ് ബാഗിന്റെ സൈസ്. ഓക്കെ, ഇവിടെ കണക്ഷൻസ് ഉണ്ടോ എന്ന് നോക്കിക്കോളൂ. ഇവിടെ ഒരു കണക്ഷൻ, ഇവിടെ, പിന്നെ ഇവിടെ ഒരു കണക്ഷൻസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ എങ്ങനെയാണ് പുഷ് ആൻഡ് ട്വിസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അനസ്തീഷ്യ തുടങ്ങാൻ, അല്ലെങ്കിൽ there is a chance ഡിസ്കണക്ഷൻ. ഓക്കെ, ഇനി അടുത്ത കമ്പൗണ്ട് പേരെന്താണ്? APL വാൽവ് അല്ലേ? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഈ എത്ര ഗ്യാസ് പേഷ്യന്റ് അടുത്തേക്ക് പോയാലും പേഷ്യന്റ് ഉപയോഗിക്കുന്ന 250 ml/min ഓക്സിജൻ മാത്രമാണ്. അപ്പൊ തിരിച്ച് ഗ്യാസ് വന്നു കഴിഞ്ഞാൽ അതിന് പുറത്തു പോകണ്ടേ? അപ്പോൾ പുറത്തു പോകാൻ വേണ്ടിയാണ് നമ്മൾ APL വാൽവ്, അഡ്ജസ്റ്റബിൾ പ്രഷർ റിമിറ്റിംഗ് വാൽവ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് റിയൽ മെഷീനിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് APL വാൽവ്. കണ്ടല്ലോ? അപ്പൊ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ ഇവിടെ ഒരു ലൈൻ കാണാമല്ലോ. പിന്നെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് അല്ലേ? 30, 20 ഇങ്ങനെ. നമുക്ക് അതിന്റെ ഏരിയൽ വ്യൂ നോക്കാം എന്താ എഴുതിയിരിക്കുന്നത്. ഓക്കെ, കണ്ടോ? സെന്റിമീറ്റേഴ്സ് ഓഫ് വാട്ടർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ സ്പോണ്ടേനിയസ് SP കണ്ടല്ലോ, 5, 10, 20, 30. അതായത് നമ്മൾ ഈ 5 എടുത്ത് ഈ മാർക്കിൻ്റെ അവിടെ വെച്ചാൽ 5 സെന്റിമീറ്റേഴ്സ് വാട്ടർ പ്രഷർ നമ്മുടെ സിസ്റ്റത്തിനകത്ത് ബിൽഡപ്പ് ചെയ്യുന്നതാണ് എൻ്റെ അർത്ഥം. ഓക്കെ, നിങ്ങൾ 20 ആണ് ഇത് കറക്കി ഇങ്ങോട്ട്, ഈ 20 എടുത്ത് ഇങ്ങോട്ട് വെക്കുകയാണെങ്കിൽ 20 സെന്റിമീറ്റേഴ്സ് ഓഫ് പ്രഷർ നമ്മുടെ സിസ്റ്റത്തിൽ വരും. പേഷ്യന്റ് ലങ്സിലും അത് റിഫ്ലക്റ്റഡ് ആവും. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സ്പോണ്ടേനിയസ്ലി ബ്രീത്ത് ചെയ്യുന്ന പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും ഈ വാൽവ് കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിരിക്കണം, ഫുള്ളി ഓപ്പൺ ആക്കി വെക്കണം. ഈ SP എന്ന് പറയുന്നത് ഇവിടെ കൊണ്ടുവയ്ക്കണം. ഓക്കെ, ഇനി നിങ്ങൾ ബാഗ് വെന്റിലേറ്റ് ചെയ്യുകയാണ്, അതായത് പേഷ്യന്റിനെ മാനുവലായിട്ട് വെന്റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ വാൽവ് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് നമ്മുടെ അത് പേഷ്യൻ്റെ ചെസ്റ്റ് എക്സ്പാൻഷൻ വരുന്ന രീതിയിൽ വാൽവ് അടയ്ക്കണം. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യം ഓർക്കുക. സ്പോണ്ടേനിയസിൽ വാൽവ് ഫുള്ളി ഓപ്പൺ ആയിരിക്കണം, കൺട്രോളിൽ വാൽവ് പാർഷ്യലി ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ APL വാൽവ് നമ്മൾ ഒരുപാട് ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഒരുപാട് പ്രഷേഴ്സ് ലങ്സ് ഡെവലപ്പ് ചെയ്യും, ബാരോട്രോമ വരാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത്, അപ്പോൾ നമ്മൾ ഇനി കാനിസ്റ്റർ അല്ലെ, കാനിസ്റ്റർ സോഡ ലൈമിൽ എത്തിയിരിക്കണം. എന്താണ് ഈ കാനിസ്റ്റർ എന്ന് വെച്ചാൽ, ഇതാണ് കാനിസ്റ്റർ അല്ലേ? ഇതാണ് അതിൻ്റെ ബോഡി ഓഫ് ദി കാനിസ്റ്റർ, ഇതാണ് അതിൻ്റെ ക്യാൻ. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു പേഷ്യൻ്റ് എക്സ്പയർഡ് എയറിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. അത് ഈ കാനിസ്റ്ററിലുള്ള അബ്സോർബൻ്റ് കൂടെ പോകുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ്ഡ് ആവും. അപ്പം പിന്നീട് പോകുന്ന ഗ്യാസിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവില്ല. സോ ആ ഗ്യാസിന് തിരിച്ച് പേഷ്യൻ്റെ അടുത്തേക്ക് പോകാം. സോ കാർബൺ ഡൈ ഓക്സൈഡ് റീബ്രീത്തിങ്ങിൻ്റെ ഇഷ്യൂ വരുന്നില്ല. ഇനി ചില കാര്യങ്ങൾ നമ്മൾ ടെക്നീഷ്യൻ നിലയ്ക്ക് ശ്രദ്ധിക്കണം. ഈ ഇതിനകത്തുള്ള അബ്സോർബൻ്റ് അത് എക്സോസ്റ്റഡ് ആവും. പലപ്പോഴും 2-3 ആഴ്ച കഴിയുമ്പം നമ്മൾ യൂസ് അനുസരിച്ച് അതിൻ്റെ കാലാവധി തീരും, പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. അന്നേരം ഇത് നിറയ്ക്കാനുണ്ട്. അപ്പം നിറയ്ക്കുമ്പം പല മെഷീൻസിനും പല ടെക്നിക്കാണ്. ഞാനിത് കാണിച്ചിരിക്കുന്ന ഒരു മൈൻഡ്രയുടെ മെഷീനാണ്. ഇതിനകത്ത് ഒരു ലിവർ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. ആ ലിവർ തിരിച്ചിട്ട് വേണം ഇത് തുറക്കാൻ. അടുത്ത പിക്ചറിൽ നിങ്ങൾക്ക് കാണാം, ലിവർ ടേൺ ചെയ്തു, അത് തുറന്നു. പക്ഷെ ആ സമയത്ത് നമ്മളിത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള പഠിപ്പിച്ചു, എസ്പെഷ്യലി സ്റ്റുഡൻസിനെ പഠിക്കുമ്പോൾ ഇത് വളരെ കെയർഫുള്ളായി പറഞ്ഞു തുടങ്ങുക, അല്ലെങ്കിൽ ഇത് താഴെ വീണ് പൊട്ടിപ്പോകും. ഓക്കെ, സോ ഒരു ഹാൻഡ് വെച്ച് സപ്പോർട്ട് ചെയ്യുക, ലിവർ തിരിക്കുക, ദെൻ ഇത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി നോക്കാം. കണ്ടോ, ഇത് നമ്മുടെ കാനിസ്റ്ററിൻ്റെ മേളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് അല്ലേ? നിങ്ങൾക്ക് കാണാം അല്ലേ, ആ സോഡ ലൈം പാർട്ടിക്കിൾസ് ഇവിടെ കാണാം. ഇതാണ് കാനിസ്റ്റർ. ഇത് ട്രാൻസ്പാരൻ്റ് ആണ്. എന്തിനാണെന്ന് അറിയാമല്ലോ, നമുക്ക് അതിലൂടെ കാണാൻ പറ്റും കളർ ചേഞ്ച്. ഓക്കെ, ഇത് അതിൻ്റെ പിടിയാണ്. ഓക്കെ, നടുക്കൊരു ട്യൂബ് കാണുന്നത്. എന്തിനാണ് ട്യൂബ്? ഈ ട്യൂബ് കൂടെയാണ് പേഷ്യൻ്റ് ഗ്യാസ് ഉണ്ടല്ലോ, പേഷ്യൻ്റിൽ നിന്ന് വരുന്ന എക്സ്പിറേറ്ററി ഗ്യാസ് ഈ ട്യൂബിൽ കൂടെ ഈ കാനിസ്റ്റർ താഴോട്ട് പോകും. താഴോട്ട് ചെന്ന ശേഷം ഇത് മേളിലോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. ഞാൻ അടുത്ത പിക്ചറിൽ ഇത് വിശദമായി കാണിക്കാം. കണ്ടോ, ഇതാണ് കാനിസ്റ്റർ. എക്സ്പയർഡ് ഗ്യാസ് താഴേക്ക് പോകുന്നു. നിങ്ങൾ താഴെ ഒരു സ്പേസ് കാണുന്നുണ്ടല്ലോ, ഇവിടെ സ്പേസ് ഇട്ടിട്ടുണ്ട്. ഈ സ്പേസിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇപ്പം വെള്ളം
ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു കെമിക്കൽ റിയാക്ഷൻ ആണ്, അതിനകത്ത് വെള്ളം ഉണ്ടാവും. അപ്പോൾ വെള്ളം അതിനകത്ത് കളക്ട് ചെയ്തോളൂ. ഓക്കെ, 1. 2, എന്തെങ്കിലും ഡസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ പോയി കിടന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്രീ ഏരിയയിലൊക്കെയാണ് നമ്മുടെ പേഷ്യൻ്റ് എക്സ്പേർട്ട് ഗ്യാസ് വരിക. അതിനുശേഷം ഇത് മുകളിലേക്കാണ് പോവുക. കണ്ടോ, എപ്പോഴും ഓർക്കുക ഡയറക്ഷൻ ഓപ്പോസിറ്റ്. താഴേക്ക് ഗ്യാസ് വരുന്നു, അത് സ്പ്രെഡ് ചെയ്യുന്നു, അതിനുശേഷം ഈ സോഡാ ലൈമിൽ കൂടെ അത് മുകളിലേക്ക് വന്നു. ഈ സമയത്താണ് ഇതിനകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, ഗ്യാസിലെ കാർബൺ ഡൈ ഓക്സൈഡ് സോഡാ ലൈമുമായിട്ട് കെമിക്കൽ റിയാക്ഷൻ വരുന്നത്. അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ ഉടനെ പറയാം. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പം ഞാൻ പറയാം. കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബൻറ്റ്, സോഡാ ലൈമാണ് കോമൺലി ഉപയോഗിക്കുക. അതിൻ്റെ പേര് വന്നെങ്ങനെ, സോഡ മീൻസ് സോഡിയം, ലൈം മീൻസ് കാൽസ്യം. പക്ഷെ പലരും വിചാരിക്കും ഇതിൽ കൂടുതലുള്ളത് കാൽസ്യമാണ്. അങ്ങനെയല്ല, മേജർ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ കാൽസ്യം ഹൈഡ്രോക്സൈഡാണ്. സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും ചെറിയ ശതമാനത്തിലുണ്ട്. പിന്നെ ഈ പറയുന്ന 14 to 19 വാട്ടർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റ് ആണ്. കാരണം ഈ ഒരു വാട്ടർ ഇല്ലെങ്കിൽ ഇത് കെമിക്കൽ റിയാക്ഷൻ നടക്കില്ല. അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ സോഡാ ലൈം മെഷീനിൽ വെച്ച് കുറേ നാൾ ആ മെഷീൻ ഉപയോഗിച്ചില്ല എന്നിരിക്കട്ടെ, അപ്പോൾ ഈ വാട്ടർ അങ്ങ് ഡ്രൈ ആയി പോകും. അപ്പോൾ ഈ ഒരു കമ്പൗണ്ട് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്ഫ്ലൂറൈനും ഐസോഫ്ലൂറൈനും ഒക്കെ ഇതുമായിട്ട് റിയാക്ട് ചെയ്ത് അതിനകത്ത് ഉണ്ടാകുന്ന സാധനങ്ങളാണ് കാർബൺ മോണോക്സൈഡ്. അറിയാലോ, കാർബൺ മോണോക്സൈഡ് ടോക്സിക് ആണ്. അപ്പോൾ കുറേ നാൾ ഒരു സോഡാ ലൈം ഉപയോഗിക്കാതിരുന്നാൽ വാട്ടർ ഇല്ലാതെ വന്ന് ഈ ഒരു ടോക്സിക് പ്രോഡക്റ്റായ കാർബൺ മോണോക്സൈഡ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലേ. അപ്പം ഈ ഒരു വാട്ടറിൻ്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ, അടുത്ത കെമിക്കൽ റിയാക്ഷൻ അത് പറയാം. കണ്ടോ, ഇതാണ് കെമിക്കൽ റിയാക്ഷൻ. നമ്മുടെ എക്സ്പയർഡ് എയർ കാർബൺ ഡൈ ഓക്സൈഡ് ഈ വാട്ടറുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. കണ്ടല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞ ഈ 14 തൊട്ട് 19% വരുന്ന വാട്ടർ റിയാക്ട് ചെയ്യുന്നു. ഇത് കാർബോണിക് ആസിഡ് ആവുന്നു. ഈ കാർബോണിക് ആസിഡ് ഇതിനകത്ത് സോഡിയം ഹൈഡ്രോക്സൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്ത്, അതിനകത്ത് കൂടുതൽ പറയുന്നില്ല, കെമിസ്ട്രിയാണ്. ഈ യെല്ലോ ലെറ്ററിൽ എഴുതിയും ശ്രദ്ധിക്കുക. കണ്ടോ, കെമിക്കൽ റിയാക്ഷൻ്റെ ഔട്ട്കം എന്താണ്, വാട്ടറും ഹീറ്റും. നേരത്തെ ഞാൻ പറഞ്ഞു ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ വഴി ഇതിനകത്ത് വെള്ളം ഉണ്ടാകുന്നു, ടെമ്പറേച്ചർ ഉണ്ടാകുന്നു. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, നമ്മുടെ ബെയിൻ സർക്യൂട്ടിലോ JR സർക്യൂട്ടിലോ കുഴപ്പം എന്താണ്, അത് വെറും ഡ്രൈ ഗ്യാസ് ആണ് അല്ലേ. സിലിണ്ടറിൽ നിന്ന് ഡ്രൈ ഗ്യാസ് ആണ്, അത് പേഷ്യൻ്റെ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ പോകുന്നു. അവിടെ നിന്നുള്ള വെള്ളം വലിച്ചെടുത്ത് പുറത്തേക്ക് കളയുന്നു അല്ലേ, അവിടെ നിന്നുള്ള ടെമ്പറേച്ചർ വലിച്ചെടുത്ത് പുറത്ത് കളയുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇത് വാട്ടറും ഹീറ്റും പ്രൊവൈഡ് ചെയ്യുന്നു. അതൊരു പോസിറ്റീവ് തിങ് ആണ്. ഓക്കെ, സോ ഇറ്റ് ആഡ്സ് ടു ഹ്യൂമിഡിറ്റി, ഓർക്കുക, ആൻഡ് ഇറ്റ് ആഡ്സ് ടു ദ വാംത്ത്. അപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ വെൽബീയിങ്ങിന് ഇത് വളരെ നല്ലതാണ്. അത് പേഷ്യൻറ്റിന് റെസ്പിറേറ്ററി കോംപ്ലിക്കേഷൻ വരില്ല. ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ് നമ്മുടെ ഈ സർക്കിൾ സിസ്റ്റത്തിൻ്റെ. എനിക്ക് തോന്നുന്നു ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു, ഈ കെമിക്കൽ റിയാക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കുറച്ചുകൂടി മാഗ്നിഫൈഡ് വ്യൂ എടുക്കാം അല്ലേ. ഈ പറഞ്ഞ സോഡാ ലൈം ഗ്രാന്യൂൾസ് ആണ് ഈ കാണുന്നത്. ഓക്കെ, ഈ ഗ്രാന്യൂൾസിൻ്റെ സൈസ് സാധാരണ ബുക്കിലൊക്കെ പറയാറുണ്ട്. എന്താണെന്ന് അറിയുമോ, 4 to 8 മെഷ്. പലർക്കും കൺഫ്യൂഷനാണ് എന്തുവാണ് ഈ 4 to 8 മെഷ് എന്ന് വെച്ചാൽ. കാരണം ഈ ഗ്രാനുൾസ് ടു ലാർജ് ആയാൽ എന്ത് പറ്റും, കെമിക്കൽ റിയാക്ഷൻ അഡിക്വേറ്റ് നടക്കില്ല. ചെറുതായാലോ അത് ഡസ്റ്റ് ആവും. ഇപ്പം നിങ്ങളിത് സൂക്ഷിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഗ്രാന്യൂൾസിൻ്റെ ഇടയ്ക്ക് സ്പേസ് കാണാം അല്ലേ. ഇതിനെയാണ് ഇന്റർ ഗ്രാനുലർ സ്പേസ്. സൂക്ഷിച്ച് നോക്കിയേ, ഇന്റർ ഗ്രാനുലർ സ്പേസ് എന്ന് പറയും. ഓക്കെ, ഈ ഗ്രാന്യൂൾസ് കുറച്ചുകൂടെ മാഗ്നിഫൈ നോക്കുകയാണെങ്കിൽ ഇത് പോറുകൾ കാണുന്നുണ്ടോ, കുഞ്ഞു കുഞ്ഞു ദ്വാരങ്ങൾ കാണാം അല്ലേ. അപ്പോൾ ഗ്രാന്യൂൾസിന് ദ്വാരങ്ങളുണ്ട്, ഗ്രാന്യൂൾസിനിടയ്ക്ക് സ്പേസും ഉണ്ട്. അപ്പോൾ ഈ പേഷ്യൻ്റ്, ഞാൻ പറഞ്ഞല്ലോ താഴെ നിന്നാണ് ഗ്യാസ് വരിക, ഈ വരുന്ന ഗ്യാസ് ഫ്രം ദി പേഷ്യൻ്റ് വിച്ച് കണ്ടെയ്ൻസ് കാർബൺ ഡൈ ഓക്സൈഡ് ഈ ഇന്റർ ഗ്രാനുലർ സ്പേസ്, അതായത് ഗ്രാനുവലിനിടയിൽ കൂടെ മുകളിലേക്ക് പോകുന്നു. അപ്പോൾ എന്ത് പറ്റും, ഈ പോറുണ്ടല്ലോ, ഈ ഗ്രാനുവലിലെ പോർ, അതിലെല്ലാം വാട്ടർ, നേരത്തെ ഞാൻ പറഞ്ഞ കാര്യമുണ്ട്, 40 to 19% വാട്ടർ ഉണ്ട്. ഈ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുകയും നേരത്തെ പറഞ്ഞ കെമിക്കൽ റിയാക്ഷൻ അനുസരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ലാതാവും, എന്നിട്ട് വെള്ളവും ഹീറ്റും ജനറേറ്റ് ചെയ്യും. അപ്പം പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഇത് ജാംഡായി പാക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇത് വളരെ ടൈറ്റായി പാക്ക് ചെയ്താൽ ഇതിനിടയ്ക്കൂടെ ഗ്യാസിന് പോകാൻ പറ്റില്ല. പിന്നെ ഇത് വളരെ ലൂസാണെങ്കിൽ എന്ത് പറ്റും, ഈ സ്പേസ് വളരെ കൂടിയാൽ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങുന്ന ഫ്രഷ് ഗ്യാസ് വീണ്ടും പേഷ്യൻ്റെ അടുത്തേക്കും. സോ ഒരു മോഡറേറ്റ്, അത് ഫില്ല് ചെയ്യുന്നൊരു ടെക്നിക്ക് ഉണ്ട്. അവർ പറയുന്നത്, നമ്മൾ ആ ജാർ എടുക്കുക, സോഡാലയും വരുന്ന ക്യാനിൽ നിന്ന് ഇതിനകത്തേക്ക് തട്ടുമ്പോൾ നമ്മൾ ചെറുതായിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതിനുശേഷം ഇതിൻ്റെ സൈഡ് ഉണ്ടല്ലോ, സൈഡ് വാളിൽ ഒന്ന് ടാപ്പ് ചെയ്യണം. എന്നിട്ട് യൂഷ്വലി എല്ലാ ഇതിലും ഒരു മിനിമം ആൻഡ് മാക്സിമം ലെവൽസ് ഉണ്ടാവും. ആ ഒരു മിനിമം ലെവൽ നോക്കി അത് കുറച്ച് സ്പേസ് മുകളിൽ ഉണ്ടാവണം. ഓക്കെ, ഇനി നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ സൈസ് 4 to 8 മെഷ്. ഈ ക്വസ്റ്റിനൊക്കെ സാധനം ചോദിക്കുന്നത് എന്തുവാണ് ഈ 4 to 8 മെഷ്. കണ്ടോ, ഇത് ഒരു
ഒരു കള്ളിയാണ്. കള്ളി മീൻസ് ഒരു ദ്വാരം. ആ ദ്വാരത്തിന്റെ ഒരു സൈഡ് 1 ഇഞ്ചാണ്. കണ്ടല്ലോ. ഈ 1 ഇഞ്ചിനെ ഞാൻ 4ആയി ഡിവൈഡ് ചെയ്യുന്നു. 1, 2, 3, 4. ഓക്കെ. അപ്പൊ ഇത് എത്ര കുഞ്ഞു കള്ളികൾ വരുന്നുണ്ട്? 16 കള്ളിയുണ്ട്. ഈ മെഷിന്റെ സൈസ് 4 മെഷാണ്. അതായത് ഒരു അരിപ്പ് പോലെയുള്ള സാധനത്തിനിട്ട് നമ്മൾ ഈ സോഡ ലൈം അരിക്കും. ഓക്കെ. അപ്പൊ ഇതിനകത്തുനിന്ന് നമ്മൾ എത്ര ബാക്കി വരുന്നു അതാണ് ഈ മെഷ് സൈസ്. ഓക്കെ. അപ്പൊ 4 മെഷ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അതിനകത്ത് 16 കുഞ്ഞു കളികൾ ഉണ്ടാവും. പലരും വിചാരിക്കുന്നത് 4 മെഷ് 4 കോളംസ് ഉണ്ടാവും. അങ്ങനെയല്ല, 16 കോളംസ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ 4 to 8 മെഷാണ് നോർമൽ ഒരു സോഡ ലൈം ഗ്രാനുവലിന്റെ സൈസ്. ഇനി നമ്മൾ എങ്ങനെ അറിയുക സോഡ ലൈം എക്സോസ്റ്റഡ് ആയോ എന്ന്? അതിനകത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതിനെ നമ്മൾ pH ഇൻഡിക്കേറ്റർ എന്നാണ് പറയുന്നത്. നമുക്കറിയാം അല്ലെ, സോഡ ലൈം എന്ന് പറഞ്ഞാൽ ആൽക്കലൈൻ ആണല്ലോ. അതിനകത്ത് ഉള്ളത് സോഡിയം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ ആൽക്കലിയാണ് അല്ലേ. അപ്പം ഇത് കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെ അബ്സോർബ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? അതിന്റെ ആൽക്കലിനിറ്റി കുറയും. അപ്പോൾ ഈ ഇൻഡിക്കേറ്റർ കളറും അതനുസരിച്ച് മാറും. ഓക്കെ. അപ്പം കളർ മാറിയതിന്റെ അർത്ഥം എന്താണ്? അബ്സോർബന്റ് മാറ്റാറായി. നമ്മൾ അബ്സോർബന്റ് മാറ്റിയാൽ എന്ത് പറ്റും? കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യില്ല, പേഷ്യന്റിന് റീബ്രീത്തിങ് വരും. പേഷ്യന്റ് കാർബൺ ഡൈ ഓക്സൈഡ് റീബ്രീത്ത് ചെയ്യാൻ തുടങ്ങും. ഓക്കെ. അപ്പോൾ 2 തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ് കോമൺ ആയിട്ട് വരുന്നത്. ഒന്ന് ഈതയിൽ വയലറ്റ് എന്ന് പറയും. അതായത് നമ്മൾ ഈ മാർക്കറ്റിൽ നിന്ന് കിട്ടുമ്പോൾ അത് വൈറ്റ് കളർ ആയിരിക്കും. ഓക്കെ. കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്ത് എക്സോസ്റ്റഡ് ആകുമ്പോൾ അതിന്റെ കളർ പർപ്പിൾ ഓർ വയലറ്റ് ആവും. വൈറ്റ് പർപ്പിൾ ആണ്. വൈറ്റ് ആയിരിക്കും എൻ്റെ ഒറിജിനൽ കളർ. അത് പർപ്പിൾ ആയതിന്റെ അർത്ഥം എന്താണ്? അത് മാറ്റാറായി. ഇനി രണ്ടാമത്തെ ഇൻഡിക്കേറ്റർ ടൈറ്റാൻ യെല്ലോ എന്ന് പറയും. അതിന്റെ കളർ പിങ്ക് ആണ്. ഇപ്പൊ തൃശ്ശൂരിൽ ഞങ്ങൾക്ക് ഉള്ള കുറേയൊക്കെ പിങ്ക് സാധനങ്ങൾ തന്നെയാണ്. 1-2 മെഷീനിൽ ഞാൻ ഈ വയലറ്റ് കണ്ടിട്ടുണ്ട്. ഇതിൽ വയലറ്റ് കണ്ടിട്ടുണ്ട്. ഇതിനെ ടൈറ്റാൻ യെല്ലോ എന്ന് പറയും. ഇതിന്റെ കളർ ചേഞ്ച് പിങ്ക് ആയിരിക്കും. എക്സോസ്റ്റഡ് ആയി കഴിഞ്ഞാൽ വൈറ്റ് ആവും. അപ്പൊ ഇത് ശ്രദ്ധിക്കാനുള്ളത്, ഈ മെഷീൻ ഉപയോഗിക്കുന്ന അനസ്തീഷ്യോളജിസ്റ്റും അനസ്തീഷ്യ ടെക്നീഷ്യനും ഏത് ഇൻഡിക്കേറ്ററാണ് ഉപയോഗിക്കുന്ന ധാരണ ഉണ്ടാവണം. നോക്കിക്കോളൂ, ഈതേൽ വയലറ്റ് എക്സോസ്റ്റഡ് ആകുമ്പോഴാണ് പർപ്പിൾ ആവുന്നത് അല്ലേ. ടൈറ്റാൻ യെല്ലോ ആണെങ്കിലോ അത് വൈറ്റ് ആകുമ്പോഴാണ് എക്സോസ്റ്റഡ്. അപ്പം ഈ ഒരു കളർ ചേഞ്ചിന് ഒരു വ്യക്തമായ ഒരു ബോധ്യം അനസ്തീഷ്യ ടെക്നീഷ്യൻ ഉണ്ടാവണം, അനസ്തീഷ്യോളജിസ്റ്റ് ഉണ്ടാവണം. ഓക്കെ. ഇനി ഇപ്പം നമ്മൾ കാനിസ്റ്റർ നോക്കി ഒരു 2/3 നമ്മുടെ എക്സോസ്റ്റഡ് കളറാണ് കാണുന്നതെങ്കിൽ, അതായത് ഈതയിൽ വയലറ്റ് ഉള്ള കാനിസ്റ്ററിൽ ഏതാണ്ട് 2/3 പർപ്പിളായി മാറിയെങ്കിൽ, അഥവാ ടൈറ്റാൻ യെല്ലോ ഉപയോഗിക്കുന്ന അബ്സോർബന്റിൽ ഏതാണ്ട് 2/3 വൈറ്റ് ആയി മാറിയെങ്കിൽ നമ്മൾ ആ അബ്സോർബന്റ് ചേഞ്ച് ചെയ്യണം. ഓക്കെ. അതാണ് അതിൻ്റെ ഒരു ഗൈഡ് ലൈൻ. അതെങ്ങനെ അറിയാം? വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ? നിങ്ങൾ EtCO2 നോക്കിയാൽ മതി. എൻറ്റൈൽ കാർബൺ ഡൈ ഓക്സൈഡ് ഇപ്പം എല്ലാ മോണിറ്ററും ഉണ്ടല്ലോ. അപ്പോൾ ഇത് കാണുന്ന അതിന്റെ ബേസ് ലൈൻ ഉണ്ടല്ലോ, ആ ബേസ് ലൈൻ പൊങ്ങാൻ തുടങ്ങും. യൂഷ്വലി ബേസ് ലൈൻ 0 ആയിരിക്കണമല്ലോ. എൻറ്റൈൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ബേസ് ലൈൻ 0 ആയിരിക്കണം. പക്ഷെ ഈ അബ്സോർബന്റിൻ എക്സോസ്റ്റഡ് ആവുകയാണെങ്കിൽ ഈ ബേസ് ലൈൻ പതുക്കെ പതുക്കെ പൊങ്ങാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ചെയ്യേണ്ടത് ഇത് മാറ്റുക. പിന്നെ നമ്മുടെ ടെക്നീഷ്യൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ എപ്പോഴൊക്കെ ഈ അബ്സോർബന്റ് നിറയ്ക്കുന്നോ അന്നേരം അതിന്റെ ഡേറ്റ് അതിനകത്തൊരു പ്ലാസ്റ്റർ വെച്ച് ഒട്ടിക്കുക. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും എത്ര നാളായി ഈ അബ്സോർബന്റ് അതിൽ നിറച്ചിട്ടെന്ന്. ഓക്കെ. അപ്പം 1 കളറ്, 2 EtCO2. അപ്പം നമ്മൾ സർക്കിൾ സിസ്റ്റം ഉപയോഗിക്കുമ്പം എപ്പോഴും ഡേറ്റ് നോക്കുക. 3 ആഴ്ചയായി അല്ലേ, എങ്കിൽ ഉടനെ EtCO2 നോക്കുക. EtCO2 കൂടുന്നെങ്കിൽ അപ്പം തന്നെ ഇത് മാറ്റുക. ഓക്കെ. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം അല്ലേ. ഇപ്പൊ ഈ കളറ് നേരത്തെ പറഞ്ഞു, ഈ ഗ്യാസ് ഇവിടെ നിന്ന് ഇങ്ങനെ പോകും. അപ്പൊ യൂഷ്വലി കളർ ചേഞ്ച് കണ്ടോ, ഈ ഭാഗം എല്ലാം വൈറ്റ് ആയി. അതിന്റെ അർത്ഥം എന്താണ്? ഈ ഭാഗത്തുള്ള ഇതെല്ലാം എക്സോസ്റ്റ് ആയി എന്നാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഏതാണ്ട് 8 കമ്പൗണ്ടിനെ കുറിച്ചും പഠിച്ചു കഴിഞ്ഞു. ഒന്ന് നമുക്ക് റീക്യാപ്പ് ചെയ്യാം. ഫ്രഷ് ഗ്യാസ് ഫ്ലോ, നിങ്ങൾ ഈ പടം കാണുമ്പോൾ അതോടൊപ്പം തന്നെ മെഷീനുമായിട്ടൊന്ന് കോറിലേറ്റ് ചെയ്യുക. യൂണി ഡയറക്ഷൻ വാൽവ്, ഇൻസ്പിറേറ്റർ ലിം, വൈപ്പീസ്, എക്സ്പിറേറ്റർ ലിം, എക്സ്പിറേറ്ററി യൂണി ഡയറക്ഷൻ വാൽവ്. ഇത് ഞാൻ ഒന്നായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. റിസർവ് ബാങ്ക്, അഡ്ജസ്റ്റബിൾ പ്രഷർ ലിമിറ്റിംഗ് വാൽവ് ആൻഡ് കാനിസ്റ്റർ. ഓക്കെ. 8 ആയി. പക്ഷെ നിങ്ങൾ 8 കമ്പോണൻസ് മാത്രമേ കാണുന്നത് അല്ല അല്ലേ. നമുക്ക് മെഷീൻ ഒന്നുകൂടെ നോക്കാം അല്ലേ. മെഷീൻ നോക്കുമ്പോൾ വേറെ ഒരുപാട് കാര്യം കാണുന്നുണ്ട് അല്ലേ. ഏതാണ്ട് ഒരു 4 അഡീഷണൽ കമ്പോണൻസ് കാണാം. നമുക്ക് അതിനെക്കുറിച്ച് ഇവിടെ ഒന്ന് പഠിക്കാം അല്ലേ. ഇതെന്താണ്? നമ്മുടെ വെന്റിലേറ്ററിന്റെ ബെല്ലോസ് അല്ലേ. ഇത് പ്രഷർ ഗേജ്. ഇതോ നമ്മുടെ ഓട്ടോമാറ്റിക് മാനുവൽ സ്വിച്ച് എന്നാണ് പറയുക. അതിനെക്കുറിച്ച് ഇപ്പം ഞാൻ പറയാം. പിന്നെ ഏതാണ്ട് താഴെയായിട്ട് നിങ്ങൾക്ക്
ഓക്സിജൻ അനലൈസറും കാണാൻ പറ്റും. നമുക്ക് ഓരോന്നിനെ കുറിച്ച് കൂടുതൽ പറയാം. ഇനി വെന്റിലേറ്റർ അല്ലെ, ബെല്ലോസ് ആണ്. അപ്പം എപ്പോഴും ഈ പേഷ്യന്റ് കണക്ട് ചെയ്ത് വെന്റിലേറ്റർ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കണം ഈ ബെല്ലോസ് മുകളിൽ മുട്ടുന്നുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് കമ്പോണൻസ് ഉണ്ട് അല്ലേ, 8ഓളം കമ്പോണൻസ്, ബേസിക് കമ്പോണന്റ്. എവിടെയെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ സർക്കിൾ സിസ്റ്റത്തിൽ നിന്ന് ഗ്യാസ് പുറത്തു പോകും. അന്നേരം എന്ത് പറ്റും, ഈ വെന്റിലേറ്ററിന്റെ ഈ ബെല്ലോസ് മുകളിൽ ടച്ച് ചെയ്യില്ല. അപ്പൊ ടച്ച് ചെയ്യുന്നില്ല എങ്കിൽ എൻ്റെ അർത്ഥം എന്താണ്, എവിടെയും ലീക്ക് ഉണ്ട്. ഒരിക്കൽ പറ്റിയതെന്ന് വെച്ചാൽ ഈ കവറുണ്ടോ, ഈ കവർ നമുക്ക് റിമൂവബിൾ കവറാണ്, അതിനിടയ്ക്ക് എന്തോ പൊടി എന്തോ കയറിയിരുന്നു, അതുവഴി ലീക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പം മേക്ക് ഷുവർ ദാറ്റ് ദി ബെല്ലോസ് റീച്ചസ് ദ ടോപ്പ്. ഓക്കെ, ഞാൻ വേറൊരു പടം കാണിക്കാം. ഇവിടെ കണ്ടോ, ഇതിപ്പോൾ ഞാൻ ഒരു പേഷ്യൻ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് എടുത്ത ഫോട്ടോയാണ്. കണ്ടില്ലേ, ഇത് മുകളിൽ തട്ടുന്നുണ്ട്. ഇപ്പം നിങ്ങൾ 600 ടൈൽ വോളിയം വെച്ചെങ്കിൽ ഇത് നേരെ താഴോട്ട് 600 വരും, പിന്നെയും മുകളിലോട്ട്. ഓക്കെ, അപ്പോൾ എപ്പോഴും കൺഫേം ചെയ്യുക ഈ ബെല്ലോസ് മുകളിൽ വരുന്നുണ്ടോ എന്ന്. വന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം സിസ്റ്റത്തിൽ ലീക്ക് ഉണ്ടെന്നാണ്. ഓക്കെ, ഇനി പ്രഷർ ഗേജ് അല്ലേ, മിക്കവാറും പഴയ സർക്കിൾ സിസ്റ്റത്തിലും ഉള്ള ഒരു കാര്യമാണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ സർക്കിൾ സിസ്റ്റത്തിൽ എന്തുമാത്രം പ്രഷർ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നതാണ്. സെന്റിമീറ്റേഴ്സ് ഓഫ് വാട്ടറിലാണ്. നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഈ മാനുവൽ വെന്റിലേറ്റ് ചെയ്യുമ്പോൾ നമുക്കിത് കാണാൻ പറ്റും, ഇത് മൂവ് ചെയ്യുന്നു മാനുവൽ വെന്റിലേഷൻ സമയത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് പേഷ്യന്റിനെ ഇപ്പം വാൽവൊക്കെ അടച്ച് മാനുവലി വെന്റിലേറ്റ് ചെയ്യുമ്പം പേഷ്യന്റിന് ഹാം ഉണ്ടാവാതിരിക്കാം, പേഷ്യന്റിന് അത് പ്രശ്നം ഉണ്ടായിരിക്കാം, നമ്മൾ ഇതിൽ നോക്കുന്നത് നല്ലതാണ്. കാരണം 40 സെന്റിമീറ്റേഴ്സ് വാട്ടറിൽ കൂടുതൽ നമ്മൾ പ്രഷർ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ലങ്ങിന് ഇഞ്ചുറി വരും. അപ്പം മാനുവൽ വെന്റിലേഷൻ സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് നോക്കുക, ഈ നീഡിൽ ഇത് കണ്ടോ, ഇതാണ് 40, ഇതിൽ കൂടുതൽ പോയിക്കേണ്ട അർത്ഥം പേഷ്യന്റിന് ബാരോ ട്രോമ വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പം ഒരു കണ്ണ് നമ്മൾ എപ്പോഴും പ്രഷർ ഗേജിൽ വെക്കുന്ന നല്ലതായിരിക്കും. എപ്പോഴാണ്, പേഷ്യന്റിനെ മാനുവലി വെന്റിലേറ്റ് ചെയ്യുമ്പോൾ. ഇനി ഈ സ്വിച്ചിന്റെ പേരാണ് ഓട്ടോ മാനുവൽ സ്വിച്ച്. ഇതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് അറിയണമെങ്കിൽ ഒന്ന് സൂക്ഷിച്ച് നോക്കാമോ? കണ്ടോ, ഞാൻ ഈ ആരോ കൊണ്ടുവയ്ക്കുന്നിടത്ത് ഒരു വെന്റിലേറ്റർ ബെല്ലോയുടെ പടമുണ്ട്, കാണുന്നുണ്ടല്ലോ. ഇവിടെ ഒരു കൈയുടെ പടമുണ്ട്. അപ്പോൾ ഈ ലിവർ, ഈ സ്വിച്ച് ഈ ബെല്ലോയുടെ സൈഡിലേക്ക് ഇരിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഇതിന്റെ വെന്റിലേറ്റർ ഫംഗ്ഷൻ ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി ഇതില് ഇപ്പം ഈ സ്വിച്ച് മാനുവൽ വെന്റിലേഷൻ്റെ സൈഡിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം എല്ലാം അറിയേണ്ടത്, നമ്മൾ ഈ മാനുവൽ വെന്റിലേഷൻ്റെ സൈഡിലേക്ക്, അത് മാനുവൽ സ്വിച്ച് ആക്ടിവേറ്റ് ചെയ്താൽ നമ്മുടെ റിസർവ് ബാഗും നേരത്തെ കാണിച്ചല്ലോ APL വാൽവും ആക്റ്റീവ് ആയിരിക്കും. നിങ്ങൾക്ക് റിസർവ് ബാഗ് വെച്ച് സ്ക്വീസ് ചെയ്യാം, APL വാൽവ് വെച്ച് നമുക്കതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഈ ലെഫ്റ്റ് സൈഡിൽ പോലെ ഈ ഓട്ടോ മാനുവൽ സ്വിച്ച് ഓട്ടോ മോഡിലാണ്, അത് വെന്റിലേറ്റർ മോഡിലാണെങ്കിൽ നമ്മുടെ എല്ലാ മോഡേൺ വെന്റിലേറ്റേഴ്സിലും റിസർവ് ബാഗും നമ്മുടെ APL വാൽവും ബൈപ്പാസ് ചെയ്യും. എപ്പോഴും മനസ്സിലുണ്ടാവണം. വെന്റിലേറ്റർ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ റിസർവ് ബാഗ് കൊണ്ട് ഒരു യൂസും ഇല്ല, അത് ഫങ്ഷണൽ അല്ല. APL വാൽവ് കൊണ്ടും ഒരു യൂസും ഇല്ല, കാരണം ഈ ഒരു വെന്റിലേറ്റർ മോഡിൽ ഇത് രണ്ടും ബൈപ്പാസ് ചെയ്യുന്നുണ്ട്. എനിക്കൊന്ന് പല ആൾക്കാർക്കും അറിയാത്ത സംഭവമാണ്, എന്തായാലും ഇതൊന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, ഇനി ഈ കാണുന്ന എന്തെന്ന് മനസ്സിലായോ? ഇതാണ് ഓക്സിജൻ സെൻസർ അല്ലേ. പേഷ്യൻ്റെ അടുത്തേക്ക് എന്തുമാത്രം ഓക്സിജൻ പെർസെൻറ്റേജ് പോകുന്നു അറിയാനുള്ള സെൻസറാണ്. നിങ്ങൾക്കൊരു ഗാർഡ് കാണാം, കണ്ടില്ലേ? ഈ ഗാർഡ് എന്തിനാണെന്നറിയോ? ഒന്നും കൊണ്ട് ഇടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. പലപ്പോഴും ഈ ഗാർഡ് ഇല്ലാത്ത മെഷീൻസിൽ ഇത് ഡാമേജ് വരാറുണ്ട്. ഇത് എവിടെ കണക്ട് ചെയ്തിരിക്കുന്ന ഇൻസ്പിറേറ്റർ ലിംബറാണ്. അപ്പോൾ പേഷ്യൻറ്റിലേക്ക് എന്തുമാത്രം ഓക്സിജൻ പെർസെൻറ്റേജ്, അത് യൂഷ്വലി ഈ വെന്റിലേറ്റർ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സ്ലോട്ട് പലരും ചോദിച്ചു, ഈ സ്ലോട്ട് എന്തിനാണെന്ന്. ഇത് എന്തിനാണെന്ന് അറിയാമോ? ഈ ഒരു വയറുണ്ടല്ലോ, അതെടുത്ത് കയറ്റി വയ്ക്കാനാണ്. ഓക്കെ, പക്ഷെ ഇതിനകത്ത് ഹാങ് ചെയ്യുന്നുണ്ട്, അങ്ങനെയല്ല വേണ്ടുന്നത്. ഈ വയർ ഇതിനകത്ത് കയറ്റി വയ്ക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ വെന്റിലേറ്ററിനെ കുറിച്ചുള്ള ഓർക്കാൻ എളുപ്പമാണ്. 8 ബേസിക് കമ്പോണൻസ് പഠിച്ചു, 4 അഡീഷണൽ കമ്പോണൻസും പഠിച്ചു. ഒന്നുകൂടെ റീക്യാപ്പ് ചെയ്യുവാണെങ്കിൽ ഏതൊക്കെയാണ് ബേസിക് കമ്പോണൻസ്? ഞാൻ ആദ്യം കാണിച്ച പിക്ചർ മനസ്സിൽ വരുത്തുക. ഫ്രഷ് ഗ്യാസ്, യൂണിഡയറക്ഷണൽ വാൽവ്, ഇൻസ്പിറേറ്റർ ലിംബ്, വൈപ്പീസ്, എക്സ്പിറേറ്റർ ലിംബ്, എക്സ്പിറേറ്റർ യൂണിഡയറക്ഷണൽ വാൽവ്, തൊട്ടപ്പുറത്ത് റിസർവ് ബാഗ്, അത് കഴിഞ്ഞാൽ അഡ്ജസ്റ്റബിൾ പ്രഷർ ലിമിറ്റിംഗ് വാൽവ്, പിന്നീട് കാനിസ്റ്റർ അല്ലെ. ഇതാണ് ബേസിക് കമ്പോണൻസ്. അഡീഷണൽ 4 ഏതൊക്കെയാണ്? ഒന്ന് നമ്മുടെ വെന്റിലേറ്റർ ബെല്ലോസ്, 2 നമ്മുടെ ഓട്ടോ മാനുവൽ സ്വിച്ച്, പ്രഷർ ഗേജ്, പിന്നെ ലാസ്റ്റ് നമ്മുടെ ഓക്സിജൻ സെൻസർ. ഈ മോഡേൺ
വർക്ക് സ്റ്റേഷനിൽ ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ബേസിക് കാര്യം അറിയുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു പേഷ്യൻ്റ് സേഫ്റ്റി കോംപ്രമൈസ് ചെയ്ത് നമ്മൾ ഇതിൻ്റെ കെയർ ചെയ്യാൻ പറ്റും. സോ ടേക്ക് ഹോം മെസ്സേജ് ഇതാണ്. 1, സർക്കിൾ സിസ്റ്റത്തിന് 8 ബേസിക് കമ്പോണൻ്റ് ഉണ്ട്, 4 അഡീഷണൽ കമ്പോണൻസ് ഉണ്ട്. 2, ലോ ഫ്ലോ അനസ്തീഷ്യ കൊടുക്കണമെങ്കിൽ സർക്കിൾ സിസ്റ്റം തന്നെ വേണം. ലോ ഫ്ലോ അനസ്തീഷ്യയുടെ അഡ്വാൻറ്റേജ് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് കുറേ ഗ്യാസസ് ലാഭിക്കാം, പേഷ്യന് ഹ്യൂമിഡിറ്റി കൊടുക്കാം, ഹീറ്റ് കൊടുക്കാം, തിയേറ്റർ പൊല്യൂഷൻ കൊടുക്കാം, അല്ലേ, ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കാം. പിന്നെ ഇത് ഇത്രയേറെ അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും ദിസ് ഈസ് എ വെരി കോംപ്ലക്സ് തിങ് ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ ഏതാണ്ട് 12ഓളം കമ്പൗണ്ട്സ് അതിനുള്ളത്. അപ്പം എന്തെങ്കിലും കാരണം കൊണ്ട് ഇത് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ഒരു വിജ്ഞാനം ഇല്ലെങ്കിൽ, ഒരു അറിവില്ലെങ്കിൽ, ഇത് റോങ് ആയി കണക്ട് ചെയ്താൽ പേഷ്യൻറ്റിന് അത് ഹസാർഡസ് ആണ്. എപ്പോഴും ഇതിൻ്റെ ഒരു കോംപ്ലക്സ് നേച്ചർ മനസ്സിൽ വയ്ക്കുക, അതിൻ്റെ കണക്ഷൻസും നേരിട്ട് നമ്മളത് പഠിക്കുക. സോ ബേസിക് നോളേജ് ഈസ് മാൻഡേറ്ററി ഫോർ എന്തിനാണ്? പേഷ്യൻ്റ് സേഫ്റ്റി. സോ താങ്ക് യു ഫോർ അതിനു മുമ്പ് പീഡിയാട്രിക് സർക്യൂട്ട് പലർക്കും ഒരു സംശയമുണ്ട്. അതായത് ഈ പീഡിയാട്രിക് സർക്യൂട്ട്, പീഡിയാട്രിക് പേഷ്യൻസ്, അതായത് ഇൻഫൻസ്, നിയോനേറ്റ്സ്, ചിൽഡ്രൻ അല്ലേ, 3 ഗ്രൂപ്പ് അല്ലേ? നവജാത ശിശുക്കൾ, 1 വയസ്സിൽ താഴ്ന്ന കുട്ടികൾ, 8 വയസ്സ് 12 വയസ്സുള്ളവർ, ഇവർക്ക് നമുക്ക് സർക്കിൾ സിസ്റ്റം ഉപയോഗിക്കാമോ? അതിൻ്റെ ഉത്തരം എന്ന് വെച്ചാൽ യെസ് എന്ന് തന്നെയാണ്. പണ്ടത്തെ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ കുട്ടികൾക്കാണെങ്കിൽ നമ്മുടെ ഈ അബ്സോർബൻ്റ് ഉണ്ടല്ലോ, നമ്മുടെ അതിൻ്റെ സൈസ് കുറയ്ക്കുമായിരുന്നു. അതായത് ആ ഒരു സർക്കിൾ സിസ്റ്റത്തിലെ എല്ലാത്തിൻ്റെ സൈസ് കുറയ്ക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ സ്റ്റഡീസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് അഡൽറ്റിന് ഉപയോഗിക്കുന്ന ആ ഒരു ബേസിക് തിങ്, അതായത് നമ്മുടെ അതിൻ്റെ അബ്സോർബൻ്റ്, യൂണിഡയറക്ഷണൽ, അതെല്ലാം ഉപയോഗിക്കാം. ഒരൊറ്റ കാര്യം മാത്രം ചേഞ്ച് ചെയ്യുന്നത്, അതായത് ഇതിൻ്റെ സർക്യൂട്ട്. ഞാൻ കാണിച്ചല്ലോ, ഇൻസ്പിറേറ്ററി ലിംബ്, എക്സ്പിറേറ്ററി ലിംബ്, വൈ പീസ്, ഇതിനെയാണ് നമ്മൾ കോറുഗേറ്റ് ട്യൂബ് ഉള്ള ഒരു സർക്യൂട്ടായി കണക്കാക്കുന്നത്. ഈ സർക്യൂട്ടിൻ്റെ സൈസ് കുറയ്ക്കണം. ഇപ്പോൾ നിയോനേറ്റ് ആണെങ്കിൽ ഏറ്റവും ചെറുതായിരിക്കും, ഇൻഫൻ്റ് ആണെങ്കിൽ കുറച്ചുകൂടി വലുതായിരിക്കും, പീഡിയാട്രിക് ആണെങ്കിൽ കുറച്ചുകൂടി വലുതായിരിക്കും, അഡൽട്ട് ആണെങ്കിൽ അഡൽട്ട് സൈസ്. അപ്പോൾ എപ്പോഴും ഈ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. നമ്മുടെ കോറുഗേറ്റ് ട്യൂബിൻ്റെ സൈസ് മാത്രം വ്യത്യാസപ്പെടുത്തുക, മറ്റേതിൽ യാതൊരു ചേഞ്ചും ചെയ്യേണ്ടതില്ല. കാരണം പുതിയ ഡോഷിലൊക്കെ പറയുന്നുണ്ട്, സ്റ്റഡീസ് നടത്തിയപ്പോൾ അവർ മനസ്സിലാക്കിയത് ഈ കോറുഗേറ്റ് ട്യൂബിൻ്റെ ഒരു ചേഞ്ചസ് മാത്രം മതി. പിന്നെ പല വർക്ക് സ്റ്റേഷനിലും അതിൻ്റെ മോഡ് തന്നെയുണ്ട്. അഡൽട്ട് മോഡുണ്ട്, ചൈൽഡ് മോഡുണ്ട്, ഇൻഫൻറ്റ് മോഡുണ്ട്. അപ്പം അനസ്തറ്റിസ്റ്റിനും ടെക്നീഷ്യനും അറിഞ്ഞുകൂടി തന്നെ മെഷീൻ തന്നെ പറഞ്ഞു തരും എത്ര ടൈൽ വോളിയം വയ്ക്കാം എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പം ഇതാണ് സാധാരണ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ധാരണ. പക്ഷേ അത് വേണ്ട, നമുക്ക് സർക്യൂട്ട് മാത്രം ചേഞ്ച് ചെയ്താൽ നമുക്ക് സെയിം സിസ്റ്റം നിയോനേറ്റ്സിനും ഇൻഫൻസിനും പീഡിയാട്രിക് ഏജിലും ഉപയോഗിക്കാൻ പറ്റും.